ഉത്കൃഷ്ടവും മനോഹരവുമായ ഈ വചനഭാഗത്തിനായി ദൈവത്തിന് മഹത്വം. മരണം മനുഷ്യരാശി അന്വേഷിച്ചതിലെ, ശാസ്ത്രം പഠിക്കാൻ ശ്രമിച്ചതിലെ, തത്വചിന്തകർ വിലയിരുത്താൻ ശ്രമിച്ചതിലെ, മതങ്ങൾ വിശകലനം ചെയ്യാൻ ശ്രമിച്ചതിൽ ഏറ്റവും നിഗൂഢമായ സമസ്യ അതാണ് മരണം. മരണം എന്ന ഭീകരത, അതിൻ്റെ ആകത്തുകയിൽ ഒടുക്കത്തെ ശത്രു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ പൗലോസ് തരുന്ന മനോഹരമായൊരു സന്ദേശമാണ് നമ്മൾ വായിച്ചത്. മരണത്തെ പറ്റിയുള്ള ഒരു പ്രസംഗമെന്നല്ല ഇതിനെ കാണേണ്ടത്. മരണം നീങ്ങിപ്പോകും എന്ന വചനമാണ് നമ്മുടെ വിചിന്തനത്തിന് ആധാരം. ബൈബിൾ മരണത്തിനൊരു പേരിട്ടു, ഒടുക്കത്തെ ശത്രു. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും നിരാശജനകമായ അവസ്ഥാവിശേഷത്തിനാണ് മരണമെന്ന് പറയുക. നീതിമാനും ദുഷ്ടനും മരിക്കും, കൊച്ചുകുട്ടിയും മുതിർന്ന മനുഷ്യനുമൊക്കെ മരിക്കും. മരണം സ്ഥല കാല സീമകളുടെ വ്യത്യാസമില്ലാത്ത സാർവത്രികമായ അനുഭവമാണ്. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ കഴിയില്ല. ഈ മരണമെന്ന പദം ആദ്യം ഉപയോഗിച്ചത് ദൈവം തന്നെയാണ്. ദൈവം തൻ്റെ സൃഷ്ടിയോട്, അതിലേറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന മനുഷ്യനോട് ഒരു കൽപ്പന പറയുക. മനോഹരമായ ഏദൻ എന്ന പറുദീസ മനുഷ്യരാശിക്കുള്ളതായിരുന്നു. ആ ഏദന്യ പറുദീസയിൽ വസിക്കുന്ന മനുഷ്യനോട് ആ പറുദീസയിലുള്ള മനോഹാരിതയൊക്കെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളണം. പക്ഷെ ഒരു കർശന നിബന്ധന പറഞ്ഞു. തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, അതിൻ്റെ ഫലം നിങ്ങൾ തിന്നുകൂട്ടാ. ആ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇതാണ് വിവക്ഷ. ഈ ഫലം സംബന്ധിച്ച് ഒട്ടേറെ തെറ്റായ വിചിന്തനങ്ങളും അറിവുകളുമൊക്കെ മനുഷ്യരാശിക്കുണ്ട്. പലതരം വ്യാഖ്യാനങ്ങൾ മനുഷ്യൻ പറയാറുണ്ട്. ഞങ്ങളിത് യഥാർത്ഥത്തിൽ ഒരു ഫലമായി തന്നെ കാണുന്നു. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നത്. മറ്റൊരു തിന്മയോ തെറ്റോ ഒന്നുമല്ല ഇവിടെ സംഭവിച്ചത്. ചിലരെങ്കിലും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് സ്ത്രീ പുരുഷ സമാഗമത്തെപ്പറ്റി വ്യംഗ്യന്തരേണ, അതല്ലെങ്കിൽ രൂപകാർത്ഥത്തിൽ പറഞ്ഞ ഒരു പ്രയോഗമാണെന്നും ഒക്കെ ധരിച്ചിട്ടുണ്ട്. അതിന് അർത്ഥമില്ല. കാരണം വേറെയും ചില വൃക്ഷഫലങ്ങൾ അവിടെ കാണാം. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം. ക്രിസ്തീയ സമൂഹത്തിൽ വണ്ണസ് പെന്തക്കോസ്റ്റൽസിൻ്റെ ഒരു വിഭാഗം ആളുകളുണ്ട്. ബ്രൻഹാം എന്നറിയപ്പെടുന്ന ആളാണ് അതിൻ്റെ സ്ഥാപകൻ. ഈ മാരിയൻ ബ്രൻഹാം എന്നറിയപ്പെടുന്ന ആ ചിന്തകൻ്റെ അനുഗാമികൾ കേരളത്തിലുമൊക്കെ ഉണ്ട്. അവരും പഠിപ്പിക്കുന്നത് ഇതിൽ പറയുന്ന പാമ്പും ഇതിൽ പറയുന്ന വൃക്ഷഫലവുമൊക്കെ ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ള ചില പരോക്ഷ സൂചനകളാണെന്ന്. അതിനർത്ഥമില്ല. കാരണം ബൈബിൾ അതിനെപ്പറ്റി പഠിപ്പിച്ചത് മനുഷ്യനൊരു അനുഗ്രഹം കൊടുത്തു. നീ സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിച്ചു പെരുകണം. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അതൊരു അനുഗ്രഹമാണ്. അങ്ങനെ വരുമ്പോൾ ആദം ഹവ്വമാരുടെ ദാമ്പത്യ ജീവിതമോ മനുഷ്യരാശിയുടെ പിൽക്കാലത്തെ ദാമ്പത്യ ജീവിതമോ പാപമോ നിഷിദ്ധമായി കരുതാത്ത ബൈബിള് ഇതല്ല പറയുന്നത്. മനുഷ്യരാശി സന്താനപുഷ്ടിയുള്ളവനായി വളരുന്നു, ഭൂമി മുഴുവൻ നിറയണം. ഈ ഭൂമിയിലെ വേർതിരിക്കപ്പെട്ടൊരു സ്ഥലമാണ് ഏദൻ. ആക്ച്വലി ഏദനെപ്പറ്റി ബൈബിൾ പറയുന്നത് യഹോവയായ ദൈവം ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ഏദനിലെ ഒരു സിറ്റുവേഷൻ, ഒരു പരിസ്ഥിതിയാണ് ഈ തോട്ടം. അത് നമ്മൾ കാണുന്ന തരത്തിലുള്ള നമ്മുടെ സങ്കല്പങ്ങൾ പോലെയുള്ളൊരു സ്ഥലമല്ല. ആ സ്ഥലം ചിന്തക്കപ്പുറത്താണ്. അവിടെയുള്ള ജീവജാലങ്ങൾക്ക് സംസാരിക്കാനാവും. അവിടെയുള്ള വൃക്ഷഫലമെല്ലാം അർത്ഥസഹിതമാണ്.
നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം, ജീവവൃക്ഷത്തിൻ്റെ ഫലം, ഇതൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. ആ ലോകം വിവരിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് ആ ലോകത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ മനുഷ്യന് പ്രായമില്ല. മനുഷ്യനെന്നും ഒരുപോലെയാണ്. മനുഷ്യൻ 1 വയസ്സോ 2 വയസ്സോ 3 വയസ്സോ 30 വയസ്സോ 100 വയസ്സോ ഒന്നുമില്ലാത്തൊരു ലോകം. യൗവനത്തിൻ്റെ പ്രസരിപ്പോടെ മനുഷ്യൻ നിലനിൽക്കുന്നൊരു ലോകം. അപ്പോൾ അങ്ങനെ ഒരു ലോകമാണ്. അവിടെ വിശപ്പില്ല, അവിടെ വേദനയോ കണ്ണുനീരോ ഒന്നുമില്ലാത്തൊരു മനോഹര ലോകം. പക്ഷെ ആ ലോകവും താൽക്കാലികമാണ്. കാരണം മനുഷ്യൻ സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിച്ചു പെരുകുന്നതിനനുസരിച്ച് ഇതേ കഴിവോടെ ഇതേ പ്രാപ്തിയോടെ മനുഷ്യനെ ഭൂമിയുടെ ഇതര ഭാഗങ്ങളിൽ പാർപ്പിക്കണം. അങ്ങനെയുള്ള മനുഷ്യനെ മാറ്റി മാറ്റി പാർപ്പിച്ച് ഭൂമി മുഴുവൻ നിറയുമ്പോൾ മനുഷ്യവാസത്തിന് ഉതകുന്ന വിധത്തിൽ അടുത്തടുത്ത ഗോളങ്ങൾ സജ്ജീകരിക്കും. അതിനൊക്കെ തെളിവുണ്ട് ബൈബിളിൽ. മാത്രമല്ല, ഏദനിൽ വെച്ച് കഴിക്കരുത് എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ ഫലം പിൽക്കാലത്ത് മനുഷ്യന് തിന്നാൻ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുക, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും. അപ്പോൾ ഇത് നിഷിദ്ധമല്ല. ആ ഭൂമിയിലെ അനുഭവങ്ങളൊന്നും നിഷിദ്ധമല്ല, ആരെയും വിലക്കിയിട്ടില്ല. പക്ഷേ പക്വത കൈവരിച്ച് ദൈവം അറിയിക്കുന്ന നാളിൽ മാത്രമേ ഈ വൃക്ഷഫലം ഭക്ഷിക്കാവൂ. ഇതാണ് നിബന്ധന. ആ പക്വത കൈവരിക്കും മുമ്പ് മനുഷ്യൻ എടുത്തു ചാടി ഇത്തരം ലംഘനം, അരുത് എന്ന് പറയുന്നതിൻ്റെ ലംഘനം നിർവഹിച്ചപ്പോൾ മനുഷ്യൻ പാപിയായി. പാപം എന്ന വാക്കിനർത്ഥം നിയമലംഘനമെന്ന. നിയമലംഘനം ശിക്ഷാർഹമാണ്, നിയമലംഘനം കുറ്റകരമാണ്. ആ നിയമലംഘനത്തിൻ്റെ കാഠിന്യമനുസരിച്ച് ശിക്ഷയുടെ കാഠിന്യവും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ദൈവം അരുത് എന്ന് പറഞ്ഞു കൊടുത്ത ആദ്യത്തെ കൽപ്പന ലംഘിച്ചപ്പോൾ മനുഷ്യൻ പാപിയായിത്തീർന്നു. പാപമെന്നൊന്നും പറയുന്നത് ഒരു പ്രവൃത്തിയെയാണ്. നിങ്ങളൊരു തെറ്റ് ചെയ്യുന്നത് നിങ്ങളിൽ എന്നിൽ അന്തർലീനമായി കിടക്കുന്ന പാപമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ മോശമായി ഒരു വാക്ക് സംസാരിക്കുന്നത്, നിങ്ങൾ ഏറ്റുമുട്ടുന്നത്, മത്സര മനോഭാവം തോന്നുന്നത്, സഹോദരനെ വെറുക്കുന്നത് ഒക്കെ പാപമുള്ളത് കൊണ്ടാണ്. നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന പല കാര്യങ്ങളും വാസ്തവത്തിൽ പാപമെന്ന അവസ്ഥയിലേക്ക് വിവക്ഷിക്കപ്പെടാറുണ്ട്. ഒരു ഉദാഹരണം, ഒരു നല്ല ലോകം പടുത്തുയർത്തണം, മനോഹരമായൊരു ലോകം. ഇതാണ് രാഷ്ട്രീയക്കാരെല്ലാം പറയുന്നത്. ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, മുറവിളിയില്ലാത്ത, എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷയുള്ള, എല്ലാവർക്കും സമത്വവും സാഹോദര്യവും നൽകുന്ന എല്ലാ മനുഷ്യൻ്റെയും അഭിവൃദ്ധി ഇത് പറഞ്ഞാണ് മതങ്ങൾ രംഗപ്രവേശം ചെയ്യുക. ഇതുതന്നെ രാഷ്ട്രീയം പറയുക, തത്വചിന്ത ഇതുതന്നെ പറയുക. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ലക്ഷ്യമെന്താ? സുഖമുള്ള, ശരീരത്തിന് സുഖമുള്ള, മനസ്സിന് സുഖമുള്ള, ആനന്ദ നിർഭരമായ ഒരു ലോകം സൃഷ്ടിക്കുക. പക്ഷേ ആ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? അതിന് വിപരീത നിൽക്കുന്ന മനുഷ്യൻ്റെ തലയങ്ങ് അരിഞ്ഞു കളയുക. നിങ്ങളുടെ ചിന്തയ്ക്ക് വിപരീത നിൽക്കുന്ന ആധ്യാത്മികത എന്തോ അത് പ്രസംഗിക്കുന്നവരെ തകർത്ത് കളയുക. നിങ്ങൾ എന്താണ് പഠിപ്പിച്ചത്? ആ പഠിപ്പിക്കുന്നതിന് വിപരീതം പറയുന്ന ഒരാളെ സമൂഹഭ്രഷ്ടനാക്കുക. അപ്പോൾ അതും പാപമായി മാറുന്നു. നിങ്ങളുടെ ലക്ഷ്യം നല്ലതായിരുന്നു, നിങ്ങൾ ആഗ്രഹിച്ചത് സമത്വമാണ്, നിങ്ങൾ പറഞ്ഞത് സാഹോദര്യമാണ്, നിങ്ങൾ ഉദ്ദേശിച്ചത് നന്മയാണ്. പക്ഷെ സംഭവിക്കുന്നത് ആ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ മാർഗം തെറ്റായിപ്പോയി. എന്തുകൊണ്ടാണ് ആ മാർഗം തെറ്റായെന്നറിയണ്ടേ? മനുഷ്യൻ്റെ ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന പാപം. പാപത്തിൻ്റെ അർത്ഥമെന്താ? ഒരു പ്രമാണമുള്ളിടത്താണ് പാപത്തിന് പ്രസക്തിയുള്ളത്, പാപം പ്രസക്തമായി തീരുന്നത്. പ്രമാണമില്ലെങ്കിൽ അതൊരു പാപമല്ല, അതൊരു തെറ്റല്ല. ഉദാഹരണം, നിങ്ങൾ വൺ വേ തെറ്റിച്ച് വാഹനമോടിച്ചൊന്ന് കരുതുക. അത് തെറ്റാകുന്നത് വൺ വേ എന്നൊരു നിയമം കൊണ്ട് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു നിയമം ഇല്ല എങ്കിൽ അതിൽ പാപമില്ല, നിങ്ങളെ ശിക്ഷിക്കാനാവില്ല. അപ്പോൾ അരുത് എന്ന് പറയുന്നത് ലംഘിച്ചപ്പോൾ പാപമായി. ആ പാപത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ പാപം ചെയ്ത മനുഷ്യൻ അതിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്, അതിൻ്റെ പരിമിതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നും അത് തീർന്നിട്ടില്ല. ചിലർ പറയാറുണ്ട്, ദൈവം എന്തിനാണത് അവിടെ വച്ചത്? അതുകൊണ്ടല്ലേ മനുഷ്യൻ ഇത് ഭക്ഷിച്ചത്? മനുഷ്യൻ ആകർഷണം തോന്നുന്ന ഈ കാര്യം എന്തിനു വെച്ചു? ഈ ചോദ്യത്തിന് അർത്ഥമില്ല. പ്രപഞ്ച സൃഷ്ടാവിന് നമുക്ക് വേണ്ടതെല്ലാം നൽകി തന്നിട്ടുണ്ട്. നീ ഇതിൽ തുടരുതെന്നേ പറഞ്ഞുള്ളൂ, നീ ഇത് ഭക്ഷിക്കരുതെന്നേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ അത് ലംഘിച്ചാൽ പാപമാണ്. നമ്മൾ വീണ്ടും അതിനെ ന്യായീകരിക്കും. ന്യായീകരിച്ചുകൊണ്ടാണ് ആദം പറയുന്നത്, നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ അവളിത് തന്നു, ഞാൻ ഭക്ഷിച്ചു. സ്ത്രീ പറയാണ്, എന്നെ പാമ്പ് ചതിച്ചു, ഞാൻ തെറ്റിപ്പോയി. ഇതെല്ലാം ജസ്റ്റിഫിക്കേഷനാണ്, ന്യായീകരിക്കലാണ്. തെറ്റിനെ ലഘുവായി കണ്ടുകൊണ്ട്, തെറ്റിൻ്റെ പാരമ്യത്തെ ചെറുതായി കണ്ടുകൊണ്ട് അതിൻ്റെ തീഷ്ണതയെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു കാര്യം ഉറപ്പായി. എല്ലാ കുറ്റവാളിക്കും വേണ്ടത്
താൻ തെറ്റ് ചെയ്തു എന്നറിയാം. പക്ഷെ വേണ്ടത് എന്താണ്? എന്നെ ശിക്ഷിക്കരുതേ എന്ന ആഗ്രഹമാണ്. ശിക്ഷിക്കരുതേ എന്ന ആഗ്രഹത്തിന് നമ്മൾ ന്യായാധിപതിയുടെ മുമ്പിൽ വെക്കുന്ന ആ റിക്വസ്റ്റ് ഉണ്ടല്ലോ, ആ അപേക്ഷയുടെ പേരാണ് മാപ്പ്. ആ മാപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അർഹതയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കാരുണ്യമുള്ളത് കൊണ്ടാണ്. അതായത് ഒരാളെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയാൽ അയാൾക്ക് മേൽക്കോടതികളെ സമീപിക്കാം. സെഷൻസ് കോടതി വിധിയിടുക ഈ മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ. സെഷൻസ് കോടതിയുടെ വിധി പെട്ടെന്ന് നടപ്പിലാക്കില്ല, അയാൾക്ക് ഹൈക്കോടതി അഭയം പ്രാപിക്കാം. അത്രയും നാൾ ഭരണകൂടം ആ ശിക്ഷ മരവിപ്പിച്ചു വെക്കും. അയാൾ അപ്പീലിന് പോകുന്നില്ല എന്ന് വെക്കുക, എന്നാലും ശിക്ഷ പെട്ടെന്നുണ്ടാവില്ല. അയാൾക്ക് വേണ്ടി ഭരണകൂടം അപ്പീലിന് പോകാൻ വക്കീലിനെ ഏർപ്പെടുത്തണം. കാരണം മരിക്കാതിരിക്കാൻ തൻ്റെ ന്യായങ്ങൾ പറയാനുള്ള ഒരുവൻ്റെ അവകാശത്തെ നമ്മുടെ രാജ്യം ബഹുമാനിക്കുന്നു. നിങ്ങൾ തെറ്റുകാരനാ, പക്ഷേ നിങ്ങൾ രക്ഷപ്പെടാൻ നിയമത്തിൽ പഴുതുണ്ടെങ്കിൽ, നിയമം നിങ്ങളെ അങ്ങനെ ഏതെങ്കിലും ആനുകൂല്യം തരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെട്ടുകൊള്ളട്ടെ. അയാൾക്ക് നേരിട്ട് ഇത് കോടതിയെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു വക്കീലിരിക്കട്ടെ. അയാൾക്കിത് കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ അയാൾക്ക് ശിക്ഷ ലഘൂകരിക്കുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയോ ചെയ്യാം. അതിനാണ് മേൽക്കോടതി. ഹൈക്കോടതി ചെല്ലുക. ഈ ഇപ്പോൾ കിട്ടിയ വധശിക്ഷ ജീവപര്യന്തമായി ചിലപ്പോൾ കുറയാറുണ്ട്, അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇനി അല്ല, ഹൈക്കോടതി ശരിവെക്കുക, ഇയാൾ കുറ്റവാളിയാ, അയാളെ തൂക്കിക്കൊല്ലണം, ഇതേ കാര്യം അയാൾക്ക് വീണ്ടും പോകാം. അടുത്ത കോടതി സുപ്രീം കോടതിയിൽ പോകാം. സുപ്രീം കോടതി ചെന്നു, ഇത്രയും മാരക കുറ്റം ചെയ്ത ഈ മനുഷ്യനെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ വയ്യ, അയാൾക്ക് വധശിക്ഷ കൊടുക്കണം. വധശിക്ഷ കൊടുക്കാൻ തക്കതായ കുറ്റത്തിന് നമ്മളൊരു പേര് പറയാറുണ്ട്, അതിൻ്റെ ആ കാരണം പറയാറുണ്ട്, റയറസ്റ്റ് ഓഫ് റയർ എന്ന് വെച്ചാൽ അപൂർവങ്ങളിൽ അപൂർവം. ഇത് ന്യായാധിപതി കണ്ടുപിടിക്കണം. എന്താണ് ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് എഴുതി വെച്ചിട്ടില്ല, അങ്ങനെയൊന്നൊരു നിയമവും ഇല്ല. പക്ഷെങ്കിൽ അത് ന്യായാധിപതി, ജഡ്ജ് തൻ്റെ മനന സംവിധാനങ്ങൾ കൊണ്ട്, ചിന്തിക്കാനുള്ള കഴിവ് കൊണ്ട് ഇയാൾ ചെയ്ത ഈ കുറ്റകൃത്യം അത് ഭീകരമാണെന്ന് ഉറപ്പുവരുത്തുക. ഞാനും നിങ്ങളുമൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുന്ന മനുഷ്യൻ്റെ തലയ്ക്ക് ചുറ്റിയ കൊണ്ടടിച്ച് കൊല്ലുന്നൊരു മനുഷ്യനെ കണ്ടു. പൂർവ്വവൈരാഗ്യമൊന്നുമല്ല, അയാളെ റിപ്പർ എന്നാണ് വിളിച്ചത്. ആ മനുഷ്യൻ്റെ വധശിക്ഷയാണ് നമ്മുടെ കേരളത്തിൽ അവസാനമായി നടപ്പിലാക്കിയെന്നാണ് എൻ്റെ അറിവ്. 93 എനിക്ക് തോന്നുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ മനുഷ്യനും രാഷ്ട്രപതിയെ സമീപിക്കാം, രാഷ്ട്രപതി പഠിക്കും, ഇത് ന്യായമാണോ, പരിശോധിച്ച് അയാളെ വെറുതെ വിടാം. ഇതാണ് രാജ്യ നിയമം. ഈ മനുഷ്യൻ വെക്കുന്ന അപേക്ഷയുടെ പേരാണ് മാപ്പ്. എന്നെ മാപ്പാക്കി തരണം. പക്ഷേ മാപ്പ് കൊടുക്കുമ്പോൾ ഒരു കാര്യം, ഞാൻ ചെയ്ത കുറ്റകൃത്യത്തിന് ഒരാൾ മാപ്പ് തരുമ്പോൾ ഞാൻ ആരോട് കുറ്റം ചെയ്തു അയാൾക്ക് നീതി കിട്ടുന്നില്ല, ആ നീതി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? 2 കാര്യങ്ങൾ സംഭവിക്കണം. അതായത് സത്യസന്ധത, നീതി, ഇതൊക്കെ പറയുന്നൊരു ഭാഗം. അതിൻ്റെ നേരെ വിപരീതമാണ് സത്യത്തിൽ മാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണും. മാപ്പ് നൽകുമ്പോൾ കുറ്റം ചെയ്തവന് സത്യസന്ധമായ ഒരു വിധി കിട്ടുന്നില്ല. മാപ്പ് കിട്ടിയവന് സന്തോഷമായി. പക്ഷേ ഇയാൾ കൊന്നുകളഞ്ഞ, ഇയാൾ ഉപദ്രവിച്ച മനുഷ്യരില്ലേ, ആ മനുഷ്യനെ നീതി കിട്ടുന്നില്ല. നമ്മൾ പറയും അവർക്ക് നീതി കിട്ടുന്നില്ല. അതല്ലേ നമ്മൾ ചിലപ്പോഴൊക്കെ പത്രങ്ങളിൽ പറയും, സിസ്റ്റർ അഭയയ്ക്ക് നീതി കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്ന പെൺകുട്ടിക്ക് നീതി കിട്ടിയില്ല, ആ ഇരയ്ക്ക് നീതി കിട്ടിയില്ല, ഇത്യാദി പ്രയോഗങ്ങൾ പറയും. മാപ്പ് കൊടുക്കുന്നതിൻ്റെ മറുവശത്ത് നീതി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കാരണം നീതിയോട് ചേർന്ന് സത്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർത്തേ, മാപ്പാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ നീതി എന്ന പദത്തിന് അർത്ഥമില്ല, സത്യം എന്ന പദത്തിന് അർത്ഥമില്ല. ഇനി സത്യമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ കാരുണ്യം എന്ന പദത്തിനും അർത്ഥമില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതെങ്ങനെ സാധിക്കുക? എന്നോടൊരാൾ തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്ത മനുഷ്യനോട് എനിക്ക് കാരുണ്യം കാണിക്കാം, പോട്ടെന്ന് വെക്കാം. പോട്ടേന്ന് വെക്കാനുള്ള എൻ്റെ അവകാശം അയാൾക്ക് ഞാൻ കൊടുത്ത ഒരു കാരുണ്യമാണ്. പക്ഷെങ്കിൽ മറുവശത്ത് എനിക്ക് വലിയ നഷ്ടം വന്നിരിക്കുന്നു, എനിക്ക് വലിയ ബുദ്ധിമുട്ട് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ ഇത് രണ്ടും ഒരു മനുഷ്യനും ഒരേ സമയത്ത് സത്യവും അതുപോലെ ആ നീതിയും, അല്ലെങ്കിൽ സത്യവും കരുണയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ ഒരാളും ലോകത്തില്ല. എങ്ങനെയാണ് രാഷ്ട്രപതിക്ക് ഒരേ സമയത്ത് ഈ മനുഷ്യനെ വധശിക്ഷ കൊടുക്കാൻ കഴിയുക? അതേ സമയത്ത് ഞാൻ നീതി അല്ലെങ്കിൽ ഞാൻ അതേ സമയത്ത് മാപ്പ് കൊടുത്തു എന്നും പറയാൻ പറ്റുക? അപ്പോൾ മാപ്പും സത്യവും ഒരുമിച്ച് പോവില്ല. സത്യത്തിൻ്റെ മറുവശത്ത് യാതൊരു റീസണും കൂടാതെ, യാതൊരു യുക്തിബോധവും കൂടാതെ സഹതാപം കൊണ്ട് കൊടുക്കാൻ പറ്റിയ ഒരു ആനുകൂല്യത്തിൻ്റെ പേരാണ് മാപ്പ്. ആ മാപ്പ് കൊടുക്കുക. ആ മാപ്പ് അർഹതപ്പെടുന്ന ഒരു അനുഭവത്തിൽ ഒരു വിധത്തിലും മറുവശത്ത് സത്യം സ്ഥാപിച്ചെടുക്കാൻ കഴിയുകയില്ല. സത്യം സത്യമായി കിടക്കുമ്പോൾ മറുവശത്ത് മാപ്പ് സത്യത്തിന് വിപരീതമാണ്. ഞാനൊരു തെറ്റെയ്തെങ്കിൽ, നിങ്ങൾ തെറ്റെയ്തെങ്കിൽ കിട്ടിയത് മാപ്പാണെങ്കിൽ സത്യം മറ്റൊന്നാ. അങ്ങനെയാണെങ്കിൽ സത്യസന്ധനായൊരു ദൈവം, കൃപാനിധിയായൊരു ദൈവം, ഇത് രണ്ടും കൂടെ അങ്ങനെ ഒരുമിച്ച് പോകും. നിങ്ങൾ പറ, നമ്മൾ പറയുക ദൈവ സത്യസന്ധന,
ദൈവം നീതിമാനാ, അതേ നമ്മൾ പറയുക ദൈവം കാരുണ്യവാനാ, ദൈവം ദയാവായ്പുള്ളവനാ. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ മനുഷ്യന് കഴിയില്ല. അങ്ങനെ കഴിയുന്ന ഒരു മനുഷ്യനെ മാത്രമേ ലോകം കണ്ടിട്ടുള്ളൂ. അവിടുത്തെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. എന്തേ അങ്ങനെ പറയാൻ കാരണം? ആ വചനം ജഡമായി തീർന്നു. അവിടുന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ കൃപയും സത്യവും ഒരുമിച്ച് കൊണ്ട് നടക്കാൻ യേശുവിന് എങ്ങനെ കഴിഞ്ഞെന്നറിയണ്ടേ? ഒരേ സമയത്ത് അവിടുത്തെ കൃപ നമുക്ക് തരും, നമുക്ക് മാപ്പ് തരും. മറുവശത്ത് ഞാൻ എന്ത് കുറ്റം ചെയ്തോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തോ അതിൻ്റെ പ്രായശ്ചിത്തമായി ഞാൻ തെറ്റ് ചെയ്തവന് എന്ത് വേണമെന്നറിഞ്ഞുകൊണ്ട് ആ തെറ്റിൻ്റെ പ്രായശ്ചിത്തവും തരും. ചുരുക്കത്തിൽ വാദിക്കും പ്രതിക്കും വേണ്ടി ഒരുപോലെ നീതി പാലിപ്പിച്ചു കൊടുക്കുന്ന ഒരൊറ്റ ന്യായാധിപതിയെ ഉലകത്തിലുള്ളൂ. അവിടുത്തെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ രാത്രി യേശുവിനെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ വചനം പ്രസംഗിക്കുന്ന എന്തിനാ? നീതി നിഷേധിക്കപ്പെട്ട നിനക്ക്, അധ്വാനിച്ച നിനക്ക്, കഷ്ടപ്പെട്ട നിനക്ക്, മണ്ണിൽ പണിയെടുത്ത നിനക്ക് യാതൊരു നീതിയും ഈ ലോകം തരാതിരുന്നപ്പോൾ നിനക്ക് വേണ്ടി ഒരു നല്ല ന്യായാധിപതി ഇടപെട്ടുകൊണ്ട് നീതിയും കാരുണ്യവും നൽകിക്കൊണ്ട് നിന്നെ സ്നേഹിച്ചണഞ്ഞ മഹാസ്നേഹത്തിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ആ യേശുവിനെയും അവിടുത്തെ സുവിശേഷത്തെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷത്തിൻ്റെ മഹത്തരമായ ഉള്ളടക്കം ഇങ്ങനെ വിശദീകരിക്കാം. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. ആ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഈ ദിനങ്ങളിൽ ഈ ദേശത്ത് ഘോഷിക്കപ്പെടുമ്പോൾ ഞങ്ങളൊരു കാര്യം ഉറപ്പാക്കുന്നു: ദൈവം ഈ ഗ്രാമത്തെ സ്നേഹിക്കുന്നു, ദൈവം ഈ ദേശത്തെ സ്നേഹിക്കുന്നു. ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് മതമില്ല, ദൈവത്തിന് പാശ്ചാത്യനും പൗരസ്ത്യനുമില്ല, ദൈവത്തിന് സായിപ്പെന്നോ അറബിയെന്നോ വ്യത്യാസമില്ല, ഈ നാട്ടിലെ സാധാരണക്കാരനോ സമ്പന്നനോ വ്യത്യാസമില്ല. അതാണ് ബൈബിളിലെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിന് ഏറ്റവും യുക്തമായ സന്ദേശം സുവിശേഷമാണ് എന്ന് പറയാൻ ഞങ്ങൾ അമാന്തിക്കാതിരിക്കുന്നത്. ആ കാര്യകാരണങ്ങളിലേക്ക് ഞാനൊന്ന് വരട്ടെ. നമ്മുടെ രാജ്യത്ത് ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ ഇതിഹാസങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, തത്വസംഹിതകളുണ്ട്. ഇതൊന്നും മോശമാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഉപനിഷത്തുക്കളുണ്ട്, വേദങ്ങളുണ്ട്, അത് പഠിപ്പിച്ച ഋഷിവര്യന്മാരുണ്ട്. അവരാരും മോശക്കാരല്ല. മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആഴമേറിയ ചിന്തകളാണ് അവർ സമൂഹത്തിന് പ്രദാനം ചെയ്തത്. ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എന്തിനാണ് സുവിശേഷമെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. കാരണം ഇന്ത്യക്ക് മഹത്തരമായ പൈതൃകമുണ്ട്, ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. പാശ്ചാത്യർ ഇവിടെ വരുന്നതിന് മുമ്പ് നളന്തയും തക്ഷശിലയും പോലെയുള്ള മഹത്തരമായ സ്ഥാപനങ്ങൾ, നളന്ത, തക്ഷശില, ഓദന്തപുരി, വാരണാസി, ഈ സ്ഥലങ്ങളിലൊക്കെ പ്രമുഖങ്ങളായ കലാലയങ്ങൾ നിലനിന്നിരുന്നുവെന്നും ആ സ്ഥലത്തൊക്കെ 35,000 ആളുകൾ ഒരുമിച്ച് താമസിച്ച് പഠിക്കാൻ പാകത്തിനുള്ള സൗകര്യങ്ങളുള്ള ഒരു നാട്ടിലേക്ക് ഈ നാടിൻ്റെ സംസ്കൃതിയെ, ഇതിൻ്റെ മനോഹാരിതയെ നശിപ്പിച്ചുകൊണ്ട് പാശ്ചാത്യർ കടന്നു വന്നുവെന്നും അങ്ങനെ വന്നിട്ട് ബൈബിൾ വിതരണം ചെയ്തെന്നും ഇന്നുവരെ രാജ്യം ശീലിച്ചു പോന്നിരുന്ന മഹത്തരമായ പാരമ്പര്യത്തെ അട്ടിമറിച്ചെന്നും നമുക്കതിനെ തിരിച്ചു പിടിക്കണം എന്നൊക്കെയുള്ള പ്രചാരവേലകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനെന്നാൽ അതിൻ്റെ മറുവശത്തൊരു കാര്യം പറയാം. പ്രിയപ്പെട്ടവരെ, നാം കേൾക്കുന്ന പലതും എത്രമാത്രം ശരിയാണ് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ രാജ്യത്ത് നളന്തയുണ്ടായിരുന്നു, തക്ഷശിലയുണ്ടായിരുന്നു. നളന്ത ഒരു ബുദ്ധമത സ്ഥാപനമായിരുന്നു. ബുദ്ധമത അധ്യാതാക്കൾക്ക് വന്ന് പഠിക്കാൻ കഴിയുന്ന സ്ഥാപനമായിരുന്നു. ചൈനയിൽ നിന്ന് സഞ്ചരിച്ച ഹുയാൻസാങ്ങും ഫാഹിനും ഒക്കെ വന്ന് ഈ സ്ഥാപനത്തെപ്പറ്റി മഹത്തരമായി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ആർക്കാണ് മഹാനായ ബുദ്ധൻ്റെ ആശയങ്ങൾ എതിർക്കാൻ സാധിക്കുക? എത്ര ആഴമേറിയ ചിന്തകളാണ് അദ്ദേഹം ഉലകത്തിന് സംഭാവന ചെയ്തത്. ഇന്ത്യയിൽ നിന്നൊരു മഹാൻ പിറവി കൊണ്ടു എന്നത് തന്നെ അഭിമാനകരമായ സംഭവമാണ്. ഈ നളന്തയിൽ, തക്ഷശിലയിൽ, വിശേഷിച്ച് നളന്തയിൽ ഉണ്ടായിരുന്ന ആ അന്നത്തെ പാഠ്യപദ്ധതികളൊക്കെ എത്ര രസകരമാണ്, എത്ര ആഴമേറിയ ചിന്തകളാണ് ലോകത്തിന് കൊടുത്തത്. ഇന്ത്യയിൽ രൂപപ്പെട്ട ഈ ബുദ്ധമതം അതുകൊണ്ട് തന്നെ ചൈനയിൽ വളരെ ശക്തി ആർജിച്ചു. ഇന്നും ചൈനയുടെയും ജപ്പാന്റെയും ഔദ്യോഗിക മതമായിട്ടൊക്കെ അത് മാറിയിട്ടുണ്ട്. ധാരാളം ആളുകൾ അതിന് അനുഗാമികളായി വന്നിട്ടുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന എന്താണ്? അഹിംസയെക്കുറിച്ചാണ്. ഒന്നിനെയും കൊല്ലരുത് എന്നുള്ളൊരാശയമാണ്. സമഭാവനയുടെ, സമത്വത്തിൻ്റെ ഈ ആശയമൊക്കെ പറഞ്ഞ ഈ സ്ഥാപനം പിൽക്കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? ഈ സ്ഥാപനത്തിൽ പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവർക്കും ഒന്നും പഠിക്കാൻ കഴിയില്ല. പഠനവും അതിൻ്റെ മേധാവിത്വവും ചിലർ മാത്രം കൈയടക്കി വെച്ചു.
ചിലർ മാത്രമാണ് പഠിപ്പിക്കാൻ അർഹരെന്നും ചിലർക്ക് മാത്രമേ പഠിക്കാൻ സാധിക്കൂ എന്നൊക്കെയുള്ള ചിന്ത വന്നു. ഈ ഘട്ടത്തിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരാശയം നിങ്ങളോട് പറയാം. 1932 ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുകയാണ്. നമ്മുടെ ലണ്ടനിൽ നടക്കുക. ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം പോകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മജിയും അത് ബഹിഷ്കരിച്ചു, പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്നിട്ട് ഒരു കഥ പറയുകയാണ്, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഒരു സ്വതന്ത്ര സമൂഹമാണ്, ആരുമായും ബന്ധമില്ലാത്ത പാവങ്ങളാണ്, സാധുക്കളാണ്. ഇതാ കമ്മീഷനുകൾ നടത്തിയ അന്വേഷണത്തിൽ പഠനത്തിൽ ഞങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സമൂഹത്തെ അദ്ദേഹം എടുത്തു കാട്ടി. അതൊക്കെ ഈ ലണ്ടനിലെ ആ ഒന്നാം വട്ടമേശ സമ്മേളനം സ്ഥിരീകരിച്ച് അംഗീകരിച്ചു കൊടുത്തു. ഇതറിഞ്ഞ് മഹാത്മജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് പോകാതിരിക്കാൻ നിർവാഹമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നു, ഇസ്ലാമിയൊരു സമൂഹമാണ്, വേറിട്ട ഓരോ സമൂഹങ്ങൾ, ക്രൈസ്തവർ വേറിട്ടൊരു സമൂഹമാണ്. അംബേദ്കർ പറഞ്ഞു, ഞാനും മറ്റു പിന്നോക്കനുമൊക്കെ അടങ്ങുന്ന ഒരു സമൂഹമുണ്ട്, അത് ഇതിലൊന്നും പെടുന്നില്ല, മാറി നിൽക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഈ കാരണമെന്ന് തിരക്കി വന്നപ്പോൾ കൃത്യമായി പറയുക, വേദങ്ങളിൽ ഉപനിഷത്തുകളിലൊന്നും ഞങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ച് വിശദീകരണമില്ല, ഞങ്ങൾക്കൊരു ദേവനില്ല, ഞങ്ങൾക്കൊരു ദൈവമില്ല. അതിൻ്റെ കാരണം ഞങ്ങളെ ഏതെങ്കിലും ദൈവ സൃഷ്ടിച്ചതായി ഒരു വേദങ്ങളിലും ഒരു കൃതികളിലുമില്ല. ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇന്നും പറഞ്ഞു തരാം, ഞാൻ നാളെ രാത്രി ഇവിടെ വരുന്നുണ്ട്. സ്നേഹബുദ്ധിയാൽ നിങ്ങൾക്കിത് സംസാരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ എനിക്ക് മനസ്സുണ്ട്. എന്താണ് കാരണം? സൃഷ്ടിയിൽ 4 തരം മനുഷ്യരെയാണ് ഇന്ത്യൻ തത്വചിന്ത രൂപപ്പെടുത്തി വെച്ചത്. അത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും കൊണ്ടടങ്ങുന്നു. ശൂദ്രന് ശേഷം എത്രയെത്ര ആളുകൾ ഈ രാജ്യത്തുണ്ട്. യാദവരടക്കം ഈഴവരടക്കം മറ്റു പിന്നോക്കരടക്കം 100 കണക്കിന് ജാതികളും ഉപജാതികളും കൂറുപിരിഞ്ഞു കിടക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യയിൽ മഹത്തരമായ ആശയമുണ്ടെങ്കിൽ ആരാണ് ഇവരെയൊക്കെ സൃഷ്ടിച്ചത്? ഏത് വേദത്തിൽ ഏത് പരാമർശം? ഇത് പറയാതിരിക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ പറയും, ഇന്ത്യക്ക് ഇവിടെയുള്ള ജനതയ്ക്കെന്ന് മാത്രമല്ല, ഇതിന് പുറത്തും മനുഷ്യരുണ്ട്. അഫ്ഗാനിൽ മനുഷ്യരുണ്ട്, നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ മനുഷ്യരുണ്ട്, അവിടുന്ന് കാസ്പിയൻ കടൽ കടന്ന് ഇറാനിൽ ചെന്ന മനുഷ്യരുണ്ട്, തൊട്ടടുത്ത് ഇറാഖിൽ മനുഷ്യരുണ്ട്. അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും മനുഷ്യരുണ്ട്. ഇവർക്കൊക്കെ ഒരു സൃഷ്ടിതാവ് വേണ്ടേ? ആരാണ് സൃഷ്ടിച്ചത്? ഈ ലോകത്തിലുള്ള മുഴുവൻ ജനതയെയും ആരാണ് സൃഷ്ടിച്ചതെന്ന് പറയാൻ വേദങ്ങളും ഇതിഹാസങ്ങളും കാര്യമായി മിനക്കെട്ടില്ല. കാര്യമായ ഒരു ആശയം പറയാതിരുന്നപ്പോൾ വിശുദ്ധ ബൈബിൾ കൃത്യമായി ഒരു കാര്യം പറഞ്ഞു, സൃഷ്ടിയിൽ ഒരു വിവേചനമൊന്നുമില്ല. ശ്രേഷ്ഠരെ സൃഷ്ടിക്കാൻ തലയും അതിനുശേഷം ശ്രേണി നിരയനുസരിച്ച് നെഞ്ചും കൈകളും താഴോട്ട് വരുമ്പോൾ അരയും അതിനുശേഷം കാൽപാദവും കൊണ്ട് കൃത്യമായി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളെ സൃഷ്ടിക്കാൻ വേണ്ടി ഈ സൃഷ്ടിയിൽ പോലും ഏതെങ്കിലും തരം വിവേചനം കാണിച്ച ഒരു സംഭവവും ബൈബിളിലില്ലെന്ന് മാത്രമല്ല, ഇവിടെ കാണുന്ന എനിക്കും നിങ്ങൾക്കും അങ്ങകലെ നല്ല വെളുത്ത നിറമുള്ള സായിപ്പിനും അതിലും ചുവന്നിരിക്കുന്ന അറബിക്കും അങ്ങകലെ ദക്ഷിണാഫ്രിക്കയിലെ കാപ്പിരിക്കും ഇനിയും ജനിക്കാതിരിക്കുന്ന ജനകോടികൾക്കൊക്കെ ഒരൊറ്റ പിതാവെന്നും ഒറ്റ മാതാവെന്നും പറയാൻ ചങ്കുറപ്പ് കട്ടിയ അദ്വിതീയമായ ഗ്രന്ഥത്തിന്റെ പേരാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് തത്വചിന്തകരുടെ തറവാട്ട് ഭൂമിയായ അഥേനയിൽ നിന്നുകൊണ്ട് നോക്കണം, ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലമാ, സോക്രട്ടീസിന്റെ, പ്ലേറ്റോയുടെ, അരിസ്റ്റോട്ടിലിന്റെ, ഡയോജനസിന്റെ ഒക്കെ സ്ഥലമാ. അവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ ആചാര്യനായ ഞങ്ങളുടെ വഴികാട്ടിയായ പൗലോസിനൊക്കെ പ്രസംഗിച്ചിട്ട് പറയുക, അല്ലയോ അഥേനാ പുരുഷന്മാരെ, ലോകത്ത് കണ്ടതിലെ ഏറ്റവും ശ്രേഷ്ഠരായ ഭക്തിയുള്ള പുരുഷന്മാരാ നിങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഇന്നും ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ദൈവത്തെ തപ്പി നോക്കുമ്പോൾ, ആരാണ് ദൈവമെന്ന് നിങ്ങൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ, നിങ്ങൾ അന്വേഷിക്കുന്ന, നിങ്ങൾ അദൃശ്യമായി പൂജിക്കുന്ന ശിലകളെ, ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ ദൈവസങ്കല്പങ്ങളുടെ മറുവശത്ത് കണ്ടുകൊണ്ട് പ്രതിഷ്ഠിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ പൂജിക്കുന്ന ആ ഈശ്വര സങ്കല്പത്തെ ഞങ്ങളിത് അറിഞ്ഞിരിക്കുന്നു. എന്താണ് വ്യത്യാസമെന്നറിയണ്ടേ? ആ ദൈവം അത്യുന്നതനാണ്. മാത്രമല്ല, അത്യുന്നതനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ മന്ദിരങ്ങളിലൊന്നും അവൻ വസിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് പറയുക, അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലോക സാഹോദര്യത്തിന്റെ, ലോക സമത്വത്തിന്റെ ഉജ്ജ്വലമായ വൈജയന്തികൾ ഉയർത്തിപ്പറക്കാൻ കഴിയത്തക്ക വിധം അതേനെ മാറ്റിമറിച്ച അത്യുജ്വല സന്ദേശത്തിന്റെ പേരാണ് സുവിശേഷമെങ്കിൽ ഇന്ന് രാത്രി ഈ സുവിശേഷം ഈ ഗ്രാമത്തിൽ ആവർത്തിച്ചുകൊണ്ട് പറയട്ടെ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപയുടെ വിളംബരത്തിന്റെ പേരാണ് സുവിശേഷം. അതറിഞ്ഞവർ, അനുഭവിച്ചവർ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, നിർമ്മലമായ ആ രക്തത്തിന്റെ ശക്തി ചൈതന്യങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് നാം അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം വീണ്ടും ഇങ്ങനെ ആവർത്തിക്കാം. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഉജ്ജ്വല നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു.
ഹല്ലേലൂയ. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്നരുളിയ ആ നല്ല ദൈവപുത്രൻ്റെ മുമ്പാകെ നമുക്കൊന്ന് അടുത്തു വന്നുകൊണ്ട് ആ ദൈവപുത്രൻ്റെ പദാന്തികെ ഒന്ന് നടന്നു നീങ്ങാം. അങ്ങനെ നടക്കാനുള്ള സന്നദ്ധത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തി, വാസ്തവത്തിൽ ഇത് മതപരിവർത്തനമൊന്നും അല്ല. വേണമെങ്കിൽ സാങ്കേതികമായി നിങ്ങൾക്ക് അങ്ങനെ പറയാം, അതിൽ തെറ്റൊന്നുമില്ല. അതിൻ്റെ കാരണം എന്താ? ഞാൻ പറയാം, ഞാനും നിങ്ങളുമൊക്കെ പറയും ഇത് മതമല്ല. ആ മതമല്ലെന്ന് പറയാനുള്ള ചില റീസൺ കൂടി ഞങ്ങൾ സമൂഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി തരാം. എന്താ കാരണം എന്ന് പറയട്ടെ. എല്ലാ മതങ്ങൾക്കും ചില ചിട്ടകളുണ്ട്. ആ ചിട്ടകളിൽ മതത്തിന് വേണ്ട ചില ചേരുവകളും ചിട്ടകളും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില ചേരുവകളില്ലാത്തൊരു സമൂഹമാണ് ഞങ്ങൾ. ഉദാഹരണം പറയാം. മതത്തിന് ഒന്നോ അതിലധികമോ തീർത്ഥാടന കേന്ദ്രം വേണം. അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ആരെയും വിമർശിച്ച് പറഞ്ഞല്ല. ഞങ്ങളുടെ യുണീക്ക്നെസ് നിങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഈ ദേശത്തുള്ള സഹോദരങ്ങളെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രം ഇല്ല. എക്സാമ്പിൾ, യേശു ജനിച്ച ബേത്ലഹേമോ, യേശു വളർന്ന നസ്രത്തോ, യേശു മരിച്ചടക്കപ്പെട്ട കാൽവറിയോ ഞങ്ങൾക്ക് വിശുദ്ധ സ്ഥലമല്ല. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഞാനീ നിൽക്കുന്ന ഈ സ്ഥലവും അതങ്ങനെ അകലെ കാണുന്ന യെരുസലേമും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. ഇതിലേ മണ്ണും അതിലേ മണ്ണും എടുത്തു വച്ചിട്ട് ഇതിൽ പവിത്രമേതാന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഇതിൽ പവിത്രവും ഇല്ല, ഇതിൽ മോശവും ഇല്ല, നല്ലതും ഇല്ല. കാരണം രണ്ടിടത്തെയും മണ്ണാണ്. മറ്റ് ക്വാളിറ്റികൾ കണ്ടേക്കാം, അത് സയൻറ്റിസ്റ്റുകൾ പരിശോധിച്ച് പറയട്ടെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു തീർത്ഥാടന കേന്ദ്രമില്ല. രണ്ടാമത്തെ കാര്യം, മതത്തിന് വേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അത് ഈ മതവുമായി ബന്ധപ്പെട്ടുള്ള ചില ആചാരങ്ങളാണ്. ആചാരങ്ങൾക്ക് ചില മാസങ്ങളും കാലങ്ങളൊക്കെ ഉണ്ട്. ഇന്ന മാസമാണ് ഇന്ന മതത്തിന് നല്ലത് എന്ന് പറയത്തക്ക വിധം ഞങ്ങൾക്ക് ജനുവരി മുതൽ ഡിസംബർ വരെ എടുത്താൽ ഇതിലൊന്നും മോശപ്പെട്ടൊരു മാസവും ഇല്ല. എല്ലാ മാസവും കൊള്ളാം. ഒരാഴ്ചയിലെ ഏതെങ്കിലും ഒരു ദിവസം സുപ്രധാനമാണെന്ന് പറയത്തക്ക വിധം ഞായറോ തിങ്കളോ ശനിയോ വെള്ളിയോ ഒന്നും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതോ മോശം ദിവസമല്ല. ഞങ്ങൾ ദിവസങ്ങളെ കാണുന്നത് ഇങ്ങനെയാ. ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒത്തുകൂടുമ്പോൾ ദൈവസാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട് പറയും ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഹല്ലേലൂയ. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ആ ദിവസത്തിന് പ്രത്യേകതയില്ല. ഒരു ദിവസത്തിലെ ഏതെങ്കിലും സമയം, രാവിലെയാണോ വൈകിട്ടാണോ ഉച്ചയ്ക്കാണോ, ഇങ്ങനൊരു സമയത്തിനും യാതൊരു പ്രാധാന്യമില്ല. ഇനി ഒരു സ്ഥലത്തിന് പ്രാധാന്യമില്ല, ഒരു സമയത്തിന് പ്രാധാന്യമില്ല, ഒരു മാസത്തിന് പ്രാധാന്യമില്ല. അടുത്തത് ഏതെങ്കിലും ഒരു നിറം. സാധാരണഗതിയിൽ മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ചില നിറങ്ങളുണ്ടല്ലോ. പച്ചയാകാം, മഞ്ഞയാകാം, കാവിയാകാം, നീലയാകാം, അങ്ങനെ വ്യത്യസ്തമായ നിറങ്ങളുണ്ട് മതങ്ങൾക്ക്. അതും തെറ്റൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൊടിക്കൂറയില്ല. ഇന്ന നിറമാണ് ഏറ്റവും ശ്രേഷ്ഠം, ഇന്ന കൊടിക്കൂറയുടെ കീഴിലാണ് ഒരുമിച്ച് കൂടേണ്ടതെന്ന് പറയാൻ പാകത്തിന് ഏതെങ്കിലും ഒരു നിറത്തോട് ആഭിമുഖ്യമില്ല, ഏതെങ്കിലും ഒരു കൊടിക്കൂറയോട് ആഭിമുഖ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത് കൂടാതെ മതങ്ങളെ നിങ്ങൾ എടുത്തു പഠിച്ചാൽ മതങ്ങൾക്ക് പൊതുവായി മറ്റൊരു കാര്യം കൂടിയുണ്ട്. മതങ്ങൾ പൊതുവെ എടുക്കുമ്പോൾ ഒരു കാര്യം പിടികിട്ടും. ആ മതത്തിലെ വിശ്വാസി അല്ലെങ്കിൽ ആ മതത്തിൻ്റെ അനുഗാമി ധരിച്ചു വച്ചിരിക്കുന്നത് തൻ്റെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം അന്യമതത്തിൽപ്പെട്ടവൻ്റെ ചോരയാണ്, ഇതും കൊണ്ട് ചെന്നാൽ ദൈവം സന്തോഷിക്കും എന്നറിയാതെ അലിഖിതമായി അവർ വിശ്വസിച്ചിട്ട് പറയും ഇത് ഭയങ്കര സമാധാനമാണ്, ഇത് ഭയങ്കര സന്തോഷമാണ്, ഇതിനകത്തെല്ലാം വേണ്ടത്. ഇങ്ങനെ ശ്രേഷ്ഠവും മനോഹരമാണെങ്കിൽ ആശയപരമായി അത് സ്ഥാപിക്കേണ്ടതിന് പകരം കൈക്കരുത്ത് കൊണ്ടും ആയുധം കൊണ്ടും രക്തം ചൊരിഞ്ഞുകൊണ്ടും അത് സ്ഥാപിക്കുമ്പോൾ ഞങ്ങളെന്ന് പറയാം ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ഒരാളും ഞങ്ങളുടെ ശത്രുവല്ല. ഒരാളെയും ശത്രുവായി കാണാൻ പാടില്ല. പാശ്ചാത്യനെ, പൗരസ്ത്യനെ, ഹിന്ദുവിനെ, മുസ്ലിമിനെ, ജൂതനെ, പാഴ്സിയെ ആരെയും ശത്രുവായിട്ട് കാണാൻ പാടില്ല. വൈരുദ്ധ്യമോ എതിരൊക്കെ വന്നാൽ നമ്മുടെ ഉള്ളിൽ ഈ മനുഷ്യനോട് ഒരു വെറുപ്പ് തോന്നിയെന്ന് വിചാരിക്കുക. ആ വെറുപ്പിനെ ശാസിച്ച് അവനെ സ്നേഹിക്കാൻ പഠിക്കണമെന്നാ ഈ പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് മാത്രമല്ല, അവന് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കണം. അത് ഒരളവ് കൂടിയിട്ട് പറയുക, അവന് വിശക്കുന്നെങ്കിൽ ശത്രുവിന് ഭക്ഷിക്കാൻ കൊടുക്കണം. അവൻ പുതപ്പില്ലാത്തവനായി ജീവിക്കുന്ന കണ്ടാൽ അവന് പുതയ്ക്കാൻ പുതപ്പ് കൊടുക്കണം, ഷെൽട്ടർ ചെയ്യണം, അവനെ പരിരക്ഷിക്കണം. ഇങ്ങനെ പഠിപ്പിച്ചൊരു മാർഗമാണ്. പിന്നെയും പറയട്ടെ, മതങ്ങൾക്കെല്ലാം ചിലപ്പോൾ രാഷ്ട്രത്തോടൊരു കലഹമുണ്ട്, ഞങ്ങൾക്ക് അതുമില്ല. എന്തോന്ന് വെച്ചാൽ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തോട് നന്ദിയും വിധേയത്വവും കൂറുമുണ്ടായിരിക്കണമെന്ന് രേഖാമൂലം എഴുതി വെച്ചൊരു കൃതിയാണ് വിശുദ്ധ ബൈബിൾ. അത് പലരും പഠിച്ചിട്ടില്ല. ആളുകൾ രാജ്യസ്നേഹത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ലോകത്തെ രാജ്യസ്നേഹത്തെക്കുറിച്ച് രേഖാമൂലം എഴുതി വെച്ച ഒരു ഗ്രന്ഥം സ്വന്തമുള്ള ഒരു ജനതയുടെ പേരാണ് ക്രിസ്ത്യാനി.
ഹല്ലേലൂയ. എന്താ കാരണം എന്നറിയണ്ടേ? ഈ പുസ്തകം പറയാ, രാജ്യം ഭരിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുറങ്ങണമെന്ന്. പ്രാർത്ഥിക്കണം, വെറുതെ പ്രാർത്ഥിക്കണമെന്നല്ല, വിശേഷാൽ പ്രാർത്ഥിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? അവരെ സ്വസ്ഥതയുള്ള സാവധാനതയുള്ള ഒരു ഭരണം നടപ്പിലാക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യം ആലോചിച്ചോ, നമ്മുടെ മന്ത്രിമാരൊക്കെ ഇതിൽ പോവുക, ധാരാളം വണ്ടികൾ, അവരെ എസ്കോർട്ട് ചെയ്യുക. പ്രധാനമന്ത്രി വരുന്നു, അല്ലെങ്കിൽ പ്രസിഡന്റ് വരുന്നു, മുഖ്യമന്ത്രി വരുന്നു, ആഭ്യന്തരമന്ത്രി വരുന്നു, ഗവർണർ വരുന്നു. ഇത്രയും വണ്ടിയൊക്കെ വരുമ്പോൾ നമുക്കൊരു സംശയം, ഇതെന്തൊരു ഏർപ്പാടാ, ഇത്ര വണ്ടിയാണ് വെറുതെ ഓടുന്നത്? ഇത് ഗവർണർ പറഞ്ഞിട്ട് ഓടുന്നതല്ല, മുഖ്യമന്ത്രി പറയുകയല്ല എനിക്കൊരു 10 വണ്ടി 50 വണ്ടി ഇട്ടേക്കണം. എന്താ ഇത് ഇടുന്നതെന്ന് അറിയണ്ടേ? നമ്മെ ഭരിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലും അസ്വസ്ഥത വരരുത്. കാരണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം രാവിലെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, ആ ചായ കുടിക്കാനിരിക്കുമ്പോൾ ആ ചായ പാളിപ്പോയാൽ ഉണ്ടാകുന്ന അസ്വസ്ഥത അന്നെടുക്കുന്ന തീരുമാനത്തെ ബാധിക്കും. അതുകൊണ്ട് ആ കൊടുക്കുന്ന ചായ പോലും ക്വാളിറ്റി ഉള്ളതായിരിക്കണം, ഏറ്റവും നല്ലതായിരിക്കണം. രാഷ്ട്രം കൊടുക്കുന്ന പ്രിവില്ലേജാണ്, നമ്മളതിൽ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് പറയും. എത്ര വണ്ടി വേണം, ഇതിലേ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഈ മന്ത്രിമാരെയല്ല, അതിന് ഇൻ്റലിജൻസിനെ വെച്ചിട്ടുണ്ട്. അവർക്ക് വല്ല അപകടം വരുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, ഇങ്ങനെ പഠനം നടത്തിയൊക്കെയാണ് അവരുടെ യാത്ര സജ്ജീകരിക്കുന്നത്. അതുകൊണ്ട് ബൈബിളും പറഞ്ഞെന്താണെന്നറിയണ്ടേ? സ്വസ്ഥതയുള്ള സാവധാനതയുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കാൻ വിശേഷാൽ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെഴുതിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അടുത്ത കേട്ടോ, നികുതി അടയ്ക്കണം, രാജ്യത്തിന് നികുതി അടയ്ക്കണം. അതെത്ര കൂടിയാലും നികുതി അടയ്ക്കണം എന്ന് കൃത്യം പറയുന്നു. രാജ്യചിഹ്നങ്ങളെ, ദേശീയമായ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, ദേശീയ നേതാക്കളെ ഒക്കെ ബഹുമാനിക്കണം. അതിനും ഈ പുസ്തകം അനുമതി തരുന്നുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇതൊക്കെ പറഞ്ഞാലും ഒരു നിയമം ഞങ്ങൾ അനുസരിക്കില്ല, ഒരു നിർവാഹവുമില്ല. അതുകൂടി പറയാം. നാളെ അങ്ങനെ ഒരു നിയമം ഉണ്ടായാലും രക്ഷയില്ല. ഞങ്ങൾ മരിക്കാനും സന്നദ്ധരാ. ഏതാണെന്നറിയണ്ടേ? ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമൊഴികെ മറ്റൊന്നിനെയും ദൈവമായി കാണാൻ നിർവാഹമില്ല. ഒരു സൃഷ്ടിയെയും ദൈവമായി കാണാൻ നിർവാഹമില്ല. സൂര്യനെ, ചന്ദ്രനെ, ചരാചരങ്ങളെ, ഒഴുകുന്ന പുഴയെ, ആർത്തലക്കുന്ന സമുദ്രത്തെ, മനോഹര പ്രപഞ്ചത്തെ കണ്ടിട്ട് ഞങ്ങൾ പറയും, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, വിസ്താരവും വലുപ്പവുമുള്ള സമുദ്രമതാ കിടക്കുന്നു. ഈ സപ്ത സമുദ്രങ്ങളും ഈ കാണുന്ന മനോഹരമായ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചാക്കി അണിയിച്ചൊരുക്കിയ ആ വിശ്വനിയന്ത്രിതാവിനെ മാത്രമേ ദൈവമായി അംഗീകരിക്കൂ. സകലത്തിനെയും ആദരിക്കും, ബഹുമാനിക്കും. പക്ഷെ ഒരുവനെ മാത്രമേ ആരാധിക്കൂ. ആരാധനക്ക് യോഗ്യൻ ഒരുവൻ 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 മാത്രമെന്നുള്ള ഒറ്റ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. അനുബന്ധമായ ഒരു കാര്യമുണ്ട്, ഇത് പറയരുതെന്ന് പറഞ്ഞാലും കോംപ്രമൈസ് ഇല്ല. ഇത് 2 കാര്യമേ ഞങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഈ 2 കാര്യം. ദൈവത്തെക്കുറിച്ച് പറയും, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയും. ചിലരെ കാര്യമില്ല, ഇതിനു വേണ്ടി മരിച്ചൊടുങ്ങിയ മനുഷ്യരുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കോടിക്കണക്കിന് മനുഷ്യർ മരിക്കേണ്ടി വന്നൊരു വചനമാണ് അപ്പോസ്തല പ്രവൃത്തി പൗലോസ് പറയുന്നത്, പത്രോസ് പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കോടിക്കണക്കിന് മനുഷ്യർ മരിച്ചു. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ഇലക്ഷനായിരുന്നല്ലോ. ഇലക്ഷൻ വന്ന സ്ഥാനാർത്ഥികൾ പറയും, നിങ്ങൾക്ക് നല്ല റോഡ് തരാം, നിങ്ങൾക്ക് സൗജന്യ റേഷൻ തരാം, BPL കാർഡ് APL കാർഡ് BPL ആക്കി തരാം, ഇങ്ങനെ കുറേ പെൻഷൻ തരാം, വഴിവിളക്ക് തരാം, വെള്ളം തരാം, ഇതൊക്കെയാണ് പറയുക. ഇതൊക്കെ തന്നോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഒറ്റ വാക്കി പറയും, വാഗ്ദാനം അല്ലാതെ മറ്റൊന്നും. അങ്ങനെയുള്ള വിവരക്കേടൊന്നും പറയില്ല. ഇത്രയും നല്ല റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് പറയുക എല്ലാവരും കണക്കാണ്. അങ്ങനെ പറയരുത്, നന്ദിയുണ്ടല്ലേ. അങ്ങനെയല്ല. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കേരള ഗവൺമെൻറ് ആണെങ്കിലും പ്രതിപക്ഷമല്ല, അവർ മുമ്പ് ഭരിച്ചതല്ലേ. ഇവരെല്ലാം അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ കണ്ട റോഡ്, ഈ കുടിവെള്ളം, ഈ പൈപ്പ്. ശരിയല്ലേ? എന്നിട്ട് എന്തിനാ നമ്മൾ വെറുതെ ഒന്നുകൂടി തെറ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. സന്തോഷമില്ലേ? ഈ എയർപോർട്ടൊക്കെ നമ്മളെല്ലാം കൂടി പണിതാണോ? അല്ല, നമ്മുടെ ക്യാഷുണ്ട്, ഇച്ഛാശക്തിയുള്ള ഭരണകൂടം. ഈ ഹൈവേ കണ്ടില്ലേ, നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ് കണ്ടില്ലേ, ഇത് ഭരണകൂടം ചെയ്യുന്ന. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് കഴിവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്.
അങ്ങനെ കിട്ടുന്നില്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെന്നൂടെ ഒരർത്ഥമുണ്ട്. അങ്ങനെയല്ലേ? നിങ്ങൾക്കൊരു സന്തോഷമില്ല. ആ എന്നാൽ നാളെ ഒരു രാഷ്ട്രീയക്കാരൻ പറയാണ്, നിങ്ങൾ എന്നെ നോട്ട് ചെയ്ത് ജയിപ്പിക്കുക. പുതിയതായിട്ട് റോഡൊന്നും ഉണ്ടാവില്ല, ഉള്ള റോഡ്. പുതിയതായിട്ട് കുടിവെള്ളമില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കും, അപ്പോൾ സാറെന്താ നമുക്ക് തരാൻ പോന്നേ? അതെൻ്റെ കൂടെ കൂടിയ കഷ്ടപ്പാടും വേദനയും പ്രയാസവും ദുരിതമൊക്കെ ഉണ്ട്. കൂടുന്നോ എന്ന് ചോദിച്ചാൽ ആ പാർട്ടിയിൽ ആരെങ്കിലും കൂടുമോ? കൂടൂല. അങ്ങനെ പറഞ്ഞാൽ ഒരൊറ്റ ആളും കൂടെ നിൽക്കില്ല. ഇങ്ങനെ പറഞ്ഞു ആളെ കൂട്ടിയ ഒറ്റ നേതാവേ ലോകത്തുള്ളൂ. ആ നേതാവ് യേശുവാ. എന്താ കാര്യം? കുഞ്ഞുങ്ങളെ, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്. നിങ്ങൾ അവഗണിക്കപ്പെടും, നിങ്ങൾ ഒറ്റപ്പെടും. നിങ്ങൾ വീട്ടിലൊറ്റപ്പെടും, നാട്ടിലൊറ്റപ്പെടും, സമൂഹത്തിലൊറ്റപ്പെടും. നിങ്ങൾ ബന്ധുമിത്രാദികളാൽ ബഹിഷ്കരിക്കപ്പെടും. അയൽക്കാർ കല്ലെറിഞ്ഞോടിക്കും. പോകുന്ന ഇടങ്ങളിലൊക്കെ അനാദരിക്കപ്പെടും. ഇങ്ങനെ പറഞ്ഞ് പാലസ്തീനിയായിൽ 2000 ആണ്ടുകൾക്കപ്പുറത്ത് പ്രസംഗം തുടങ്ങിയവൻ്റെ മാർഗമാ ലോകത്തിൻ്റെ 5 വൻകരകളിലും പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. ഇത്രയും വലിയൊരു സമൂഹത്തെ ഉരുവാക്കാൻ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ നമുക്കൊരു വാഗ്ദാനമേ തന്നുള്ളൂ. കഷ്ടമുണ്ട്, രോഗമുണ്ട്, സങ്കടമുണ്ട്. മറ്റൊന്നുകൂടി പറഞ്ഞു, ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ സന്തോഷത്തിനൊരു കുറവും വരികയില്ല. ആ കഷ്ടതയിൽ നമ്മൾ പാട്ട് പാടുന്നു, വേദനയ്ക്കകത്ത് ആനന്ദിക്കുമെന്ന്. നഷ്ടങ്ങളിലും വിളിച്ചു പറയും, ഈ നഷ്ടമൊന്നും എനിക്ക് പ്രശ്നമല്ല. അനവധി തേജസ്സിലെ ഭാഗ്യം എനിക്കായി കരുതി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്യരും പരദേശികളുമായി ഈ ഭൂമിയിൽ വസിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഒരു നിത്യതയെ ധ്യാനിച്ചുകൊണ്ട് ഇഹലോകത്തിൽ ജഗത്തിൻ ജീവിതം നിർവഹിക്കുന്ന പ്രക്രിയ സുവിശേഷത്തിൻ്റെ വാഗ്ദാനം. വ്യക്തത ഒന്നല്ല. അപ്പോൾ നമുക്കിനി ആ വഴിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പരിശോധിച്ച് പോകാം. എന്തിനാണ് മതം? എന്തിനാണ് പാട്ട്? എന്തിനാണ് പ്രാർത്ഥന? എന്തിനാണ് രാഷ്ട്രീയം? ഇതിലെല്ലാം ഒരു കഴമ്പുണ്ട്. നല്ലൊരു ലോകം. ഞങ്ങളൊരു കാര്യം ഉറപ്പ് തരാം, ഞങ്ങളിലൊരാൾ ഭരിച്ചാൽ ഈ ലോകം നല്ലതാകുമെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയുക ഒന്നും ആകത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഭരിക്കുന്നതിനേക്കാൾ മോശമാകത്തുള്ളൂ. കാരണം നമുക്ക് ആ ഫീൽഡിൽ വലിയ അറിവില്ല. അത് തന്നെ കാര്യം. അങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു 50 പേരുള്ള 25 പേരുള്ളൊരു ചർച്ച് കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. അന്നേരം ഈ 120 കോടി മനുഷ്യരെ എങ്ങനെ ഭരിക്കുന്നു? അങ്ങനെയെങ്കിൽ നമ്മുടെ മെമ്പറും മറ്റാളുകളൊക്കെ ചെയ്യുന്ന വലിയ ജോലിയാണ്. നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുക വലിയ ജോലിയാണ്. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ കൂടുന്നേ? ഒന്ന് ഉറപ്പ് പറയാം, ഒരു രാജ്യത്തെയും മതവൽക്കരിക്കൽ ഞങ്ങളുടെ ജോലിയല്ല. ഈ രാജ്യം പിടിച്ചെടുത്ത് ഇവിടെ ഒരു ക്രിസ്തീയ ഭരണാധികാരി അസംബ്ലീസ് കൂടിയ വിശ്വാസിയെ അവിടെ കൊണ്ട് പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ഒന്നും ആക്കുക ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഞങ്ങളുടെ ലക്ഷ്യമല്ല, യേശുവിൻ്റെ ലക്ഷ്യമല്ല. കാരണം എന്താ? എൻ്റെ രാജ്യം ഐഹികമല്ല. ഉറപ്പാണ്. പിന്നെ എന്തിനീ മതപരിവർത്തനം എന്നൊക്കെ പറയുക? അതിനൊരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞിട്ട് നേരെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം. ഉണ്ടിൽ കേരളത്തിൽ രേഖാമൂലമുള്ള ഒരു മതപരിവർത്തനം നടക്കുന്നത് 1854 1854 ഇവിടെ അടുത്ത് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി എന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ മാനപ്പെട്ട പാസ്റ്റർ റജിയോദറുടെ നാടിനടുത്താണ്, അദ്ദേഹത്തിൻ്റെ ജില്ല അതാണ്. ആ മല്ലപ്പള്ളിയിൽ തെയ്യത്താൻ എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടാകും, ഒരടിമ. ഈ അടിമ ഒരു ദിവസവും തൻ്റെ വേല ചെയ്യുന്ന വയൽപ്രദേശത്ത് ഒരു കന്നുകാലിയുടെ കൂടെ മുഖം വെച്ച് നിലമുഴുകാൻ. 100-150 കൊല്ലക്കൊമ്പ് നമ്മുടെ രാജ്യത്ത് കാണാവുന്ന സാധാരണ കാഴ്ച. നഗ്നത മറക്കേണ്ട ഇടത്ത് ഒരു കൂമ്പ് പാള അതിങ്ങനെ തെറുത്ത് കെട്ടിയിട്ടുണ്ട്. അദ്ദേഹം അതും ധരിച്ച് ഈ വയലിൽ നിന്ന് പണിയുമ്പോൾ തൊട്ടപ്പുറത്ത് കാളയുടെ പുറത്താണ് മുഖം വച്ചിരിക്കുന്നത്. അതുവഴി പോയ ജോൺ ഹോക്സ്വർത്ത് എന്നൊരു മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹം വിചിത്രമായി കാഴ്ച കണ്ടു.
അദ്ദേഹം ഒരു വഴി പോയി തിരിച്ചു വരുമ്പോഴും ഉച്ചനേരമായി. അപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഈ മനുഷ്യൻ ഭക്ഷണം കഴിക്കുക. കൗതുകം കൊണ്ട് ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഈ വയൽവരമ്പത്തൊരു കുഴിയുണ്ടാക്കി വട്ടയില നിരത്തി അതിലേക്ക് കഞ്ഞി ഒഴിച്ച് കൊടുക്കും. അതും എന്തൊക്കെയോ ചെറിയ കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്. അതിങ്ങനെ പ്ലാവില കുത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർവികാരതയുടെ 2 കണ്ണുകൾ. അപരിചിതനായൊരു സായിപ്പ് വന്നപ്പോൾ പെട്ടെന്നൊന്ന് ഞെട്ടി എണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ സായിപ്പിന് മലയാളം അറിയാം. അവിടെ ഇരി ഭക്ഷണം കഴിക്കുമ്പോൾ എഴുന്നേക്കല്ല, അവിടെ ഇരുത്തി കഴി. ഒരുവിധം ആ കഞ്ഞിയെ കുടിച്ച ആളിറങ്ങി വന്നോ, ഇങ്ങനെ കൈകൊപ്പി നിൽക്കുക. എന്താ അതിൻ്റെ പേര്? തെയ്യത്താൻ. ഈ തെയ്യത്താൻ എന്നത് സത്യത്തിൽ ദൈവത്താൻ എന്നുള്ള പേരായിരുന്നു. ആ പേര് ആളുകൾ വിളിച്ച് തെയ്യത്താനെന്നാക്കി കളഞ്ഞു. അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞ് പണ്ട് കാലത്ത് ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടി നല്ല പേരുണ്ടെങ്കിലും തെയ്യത്താനെന്ന് വിളിക്കുന്നതാണ്. അങ്ങനെയല്ല, സത്യത്തിൽ അങ്ങനെയല്ല. നല്ല വിദ്യാസമ്പന്നനെന്ന് കരുതുന്ന ആളുകൾക്ക് പോലും പണ്ട് നല്ല ഭാഷ ഉണ്ടായില്ല നമ്മുടെ നാട്ടിൽ. പ്രസിദ്ധനായ വേലുത്തമ്പി ദളവയുണ്ടല്ല, ചെമ്പകരാമൻ വേലുത്തമ്പി, കുണ്ടറ വിളംബരം. ഈ കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്ന വേലുത്തമ്പിക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് ഉച്ചരിക്കാൻ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്പനി എന്ന് പറയാൻ അറിയില്ലായിരുന്നു. വേലുത്തമ്പി അടക്കം പലർക്കും. നിങ്ങൾ കുണ്ടറ വിളംബരം നോക്കിയപ്പോൾ മനസ്സിലാകും അതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് നാവ് വഴങ്ങാത്തതുകൊണ്ട് വേലുത്തമ്പി പറഞ്ഞത് ഇങ്കരിച്ച് കുമ്പഞ്ചി എന്നാണ്, ഇംഗ്ലീഷുകാരൻ്റെ കമ്പനി. ഇനി അതുകൊണ്ട് നമുക്കെല്ലാം വിദ്യാഭ്യാസമില്ല. നമ്മളിന്ന് എഴുതുന്ന ആധാരത്തിലൊരു പേര് ചിലപ്പോൾ കാണാം, പണ്ടാരപ്പാട്ട വക സ്ഥലം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രയോഗ ഫണ്ടാരമെന്നാണ്. കാരണം ഈ ട്രഷറി രാജഭൂമി, രാജാവിൻ്റെ ഭൂമി പാട്ടത്തിന് കൊടുത്തു, ആ പാട്ടഭൂമി മനുഷ്യർക്ക് പതിച്ചു കൊടുത്തു. അതതിൻ്റെ അർത്ഥം. ഈ 2026 നമ്മൾ ആധാരം ചെയ്യാൻ ചെന്നാൽ ഈ പേരാ കിടക്കുന്നത്. ഈ പാതിരുത്തി ഒന്ന് ഫായാക്കണമെന്നുള്ള അറിവ് പോലും എത്ര IAS ഭരിച്ചിട്ടും വന്നില്ല അല്ലേ? ഇത്രയും നാളായി. അപ്പോൾ ദൈവത്താനെ തെയ്യത്താനെന്ന് വിളിച്ചു പോട്ടെ. അദ്ദേഹം ചോദിച്ചു, രാവെടുക്കോളം നീ ഇങ്ങനെ പണിയെടുത്താൽ എന്ത് കിട്ടും? അദ്ദേഹം പറഞ്ഞു, ഒരളവ് നെല്ല്. അത് ഞാനിങ്ങനെ ഒരു മൂട എന്നറിയപ്പെടുന്ന ഒരു പാത്രമുണ്ട്, അതിൽ വാങ്ങും. ഇത് കൊണ്ടുപോയിട്ട് അത് വറുത്ത് ഇടിച്ച് കഞ്ഞിയാക്കി മുറ്റം നിൽക്കുന്ന മുളക് പറിച്ച് ഉപ്പും ചേർത്ത് കുട്ടികൾക്കും കൊടുക്കും, ഭാര്യയ്ക്കും കൊടുക്കും, ഞാനും കുട്ടിക്കും. ഭാര്യ ഇതുപോലെ പണി കഴിഞ്ഞ് വരും. ഞങ്ങൾ 8 പേരുണ്ട്. 8 പേരെന്നൊന്നും എണ്ണാൻ അറിയില്ല. പേരൊക്കെ പറഞ്ഞപ്പോൾ സായിപ്പ് കണക്കൂട്ടി. ഈ മനുഷ്യനോട് ഇങ്ങനെ സംസാരിച്ച് ചോദിച്ചു, നിനക്ക് ഇത്രയായിട്ടും കൂലി വേണമെന്നൊന്നും ഇല്ലേ? നിനക്കെന്താ പറ്റുക? അയാൾ പറഞ്ഞു, കൂലി എന്തിനാ? ഞാൻ എൻ്റെ യജമാനന് വില കൊടുത്ത് വാങ്ങപ്പെട്ട ഒരാളാണ്. അന്ന് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ചന്തയിൽ ഒരു അടിമയുടെ വില 3 രൂപ. അതിവിടെ വന്നാൽ 21 വരെ ആകുമായിരുന്നു, മല്ലപ്പള്ളി വന്ന. അങ്ങനെ വില കൊടുത്ത് വാങ്ങിയതാണ്. കൊടുക്കും. അങ്ങനെയെങ്കിൽ നിൻ്റെ യജമാനെ കാണട്ടെ. യജമാനെ കണ്ടു പറഞ്ഞ്, ഈ 8 പേരെ എനിക്ക് തരുമോ? തരും, വില തരണം. അങ്ങനെ കൊച്ചുകുട്ടിയടക്കം 8 പേരെ വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക് വാങ്ങി കൊണ്ടുപോയിട്ട് തൊട്ടടുത്ത് മല്ലപ്പള്ളി പുഴയിൽ ഇറക്കി. സായിപ്പ് ബാഗ് തുറന്ന് സോപ്പൊക്കെ കൊടുത്ത് പറഞ്ഞ് വൃത്തിക്ക് കുളിച്ചോളാൻ പറഞ്ഞു. കുളിച്ചു. സോപ്പൊക്കെ ഇട്ട മനുഷ്യൻ ആദ്യം കുളിക്കുക. കുളിച്ച് വൃത്തിയായി കയറി വന്നപ്പോൾ സായിപ്പൊന്ന് കറങ്ങി. അദ്ദേഹത്തിന് കുറേ തുണിയൊക്കെ സംഘടിപ്പിച്ച് വില കൊടുത്ത് വാങ്ങി. ഇത് കൊടുത്തോളാൻ പറഞ്ഞു. പുള്ളിക്ക് പേടി. കാരണം അന്ന് തുണി തെളിച്ചമുള്ള തുണിയൊന്നും ഉടുക്കാൻ ഒക്കില്ല, അടി കിട്ടും. വസ്ത്രം ധരിക്കാൻ പോലും അവകാശമില്ല. വരുമ്പോൾ അത് ബഹുമാനപ്പെട്ട പാസ് പറഞ്ഞുകൊണ്ടിരിക്കുക. കുളിച്ചു. വസ്ത്രം ധരിക്കുമ്പോൾ കോക്സ് വർത്ത് പറഞ്ഞു, നീ ഇതല്ല, നീ എന്തോ ധരിച്ചാലും നിന്നെ ആരും തൊടില്ല. കാരണം നിന്നെ ഞാൻ വിലക്ക് വാങ്ങിയപ്പോൾ മുതൽ നീ എൻ്റെ ആയില്ലേ. ഞാനാ തീരുമാനിക്കുന്നത് നീ എന്ത് ധരിക്കണം, എന്ത് ഭക്ഷിക്കണം. സഹോദരരെ, പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി ഞങ്ങൾ ക്രിസ്ത്യാനിയാക്കിയില്ല, വിട്ടു. തിരുവല്ലയിലെ മിഷൻ സ്കൂളിൽ ഇവരെല്ലാം ചേർത്ത് പഠിപ്പിച്ചു. അക്ഷരം പഠിപ്പിച്ചു, ബൈബിൾ വായിക്കാൻ, പാഠ്യപുസ്തകം ഉപയോഗിക്കാൻ പഠിപ്പിച്ചു. മാത്രമല്ല, ലണ്ടനിൽ പ്രസിദ്ധം ചെയ്യുന്ന മിഷൻ സൊസൈറ്റിയുടെ
75 ചോദ്യാവലികളടങ്ങിയ ഒരു മാഗസിൻ മലയാളത്തിലാക്കി കോട്ടയത്ത് കിട്ടും. ഈ മാഗസിനിലെ 75 ചോദ്യങ്ങൾക്ക് ഉത്തരം പഠിക്കണം. ആരാണ് ദൈവം? ആരാണ് മനുഷ്യൻ? മരണാനന്തരമെന്ത്? ജീവിച്ചിരിക്കുള്ള ഉത്തരവാദിത്വമെന്ത്? അപ്പനാര്, അമ്മയാര്? രാഷ്ട്രമെന്ത്? ആരാധനയെന്ത്? ജീവിത ലക്ഷ്യമെന്ത്? ശരീരശുദ്ധി എങ്ങനെ? മനഃശുദ്ധി എന്ത്? ഇതിനെല്ലാം 75 ചോദ്യങ്ങളും ഉത്തരം പറയാൻ പഠിച്ചപ്പോഴേക്കും 1.5 കൊല്ലം കഴിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് ഇനി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. അങ്ങനെ ആ സ്നാനം കൊടുക്കുന്നത്. അല്ല, പെട്ടെന്നൊരാളെ പിടിച്ച് ക്രൈസ്തവനാക്കുന്നൊരു മതപരിവർത്തന പ്രക്രിയ അല്ലിത്. അതിൽ ചട്ടങ്ങൾ, നിബന്ധനകളുണ്ട്, നിയമാവലികളുണ്ട്. ഈ കൂടെ ചിലർ പറയാറുണ്ട്, പാൽപ്പൊടി കൊടുത്തു, ഗുളിക കൊടുത്തു, വസ്ത്രം കൊടുത്തു. പിന്നെ ഇവിടെ ഇതൊക്കെ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം എന്താ? ഒരു ചായയ്ക്ക് വേണ്ടി ഒരുവൻ മതം മാറുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു ഗ്ലാസ് പാലിന് വേണ്ടി ഒരാൾ മതം മാറുമോ? അങ്ങനെ മാറുമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 2 അർത്ഥമുണ്ട്. ഒന്നുകിൽ ഇവൻ അതുവരെ പോയ മതത്തിന് ഉള്ളടക്കമില്ല, അതുകൊണ്ടത് വലിച്ചെറിയാൻ തോന്നി. അത് കേവലം ഒരു പാൽപ്പൊടി കൊടുക്കുമ്പോൾ മറിഞ്ഞു പോകുന്ന മഹത്വമേ അതിനുള്ളൂ എന്ന് അവന് തോന്നി. 2, അവനിതൊന്നും ആരും കൊടുത്തില്ല, നിഷേധിച്ചു, നിരോധിച്ചു. ഈ 2 കർത്തവ്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത ദൗത്യ നിർവാഹണത്തിൻ്റെ വഴിയിലാ ക്രിസ്ത്യവിശ്വാസം ഇന്ത്യയിൽ ഉറപ്പിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ആ ദൗത്യത്തിൻ്റെ വഴിയിലൂടെ ഞാനൊരു കഥ കൂടി പറയും. ഒരു സംഭവം 2023 ഒരു മഹത് കൃതിയായി കണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയൊരു കൃതിയുണ്ട്. ഡോക്ടർ വിനിൽ പോൾ എഴുതിയതാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ PhD-കാരനായ പ്രിയ സുഹൃത്ത് വിനിൽ പോൾ എഴുതിയ ആ ഗ്രന്ഥത്തിൻ്റെ പേര് അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം. ആ പുസ്തകത്തിൻ്റെ അടരുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ആദിമകാലത്ത് ആദിവാസികൾ എങ്ങനെ യേശുവിനെ സ്വീകരിച്ചു, അവരുടെ ജീവിതാവസ്ഥകൾ എന്തായിരുന്നു, അവർ പീഡിപ്പിക്കപ്പെട്ട വഴികൾ എന്തൊക്കെയായിരുന്നു, പൊതുനിരത്തിൽ നടക്കാനാവാത്ത അവരുടെ പരിസ്ഥിതിയുടെ പിന്നിലെ കാരണം എന്തായിരുന്നു, ആരാണ് അവരെ പുച്ഛിച്ച് പുറന്തള്ളിയത്, 100 കണക്കുകളും കാര്യങ്ങളും നിരത്തിക്കൊണ്ട് അദ്ദേഹം അത് തെളിയിക്കുന്ന വഴിക്ക് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു ചരിത്രമുണ്ട്. മാടത്തി എന്നറിയപ്പെടുന്നൊരു യുവതി, ആ സ്ത്രീ ഒരടിമയാണ്, യജമാനു വേണ്ടി പണിയെടുക്കുക. ഈ പറയപ്പെടുന്ന മൂടനിറയെ കൊടുക്കുന്ന നെല്ലും അത്യാവശ്യമായ അത്തരം ചില മാനുഷികാവകാശങ്ങളൊന്നുമില്ലാത്ത പരിരക്ഷയും നൽകുന്ന ഒരു യജമാനന്റെ കീഴിൽ കുടുംബമായി പണിയെടുക്കുമ്പോൾ വഴിപോക്കനായൊരു സുവിശേഷകൻ മാടത്തിയോടും ഭർത്താവിനോടും അവരുടെ സഹോദരനോടും യേശുവിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത ആഴ്ച നിങ്ങളൊന്ന് വരുമെങ്കിൽ ഒരു പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മല കടന്നവർ ചെല്ലുമ്പോൾ പറഞ്ഞു പഠിപ്പിച്ചു ശുചിത്വം എന്താ, പൊതുസമൂഹത്തിൽ വരുമ്പോൾ എങ്ങനെ പെരുമാറണം. അവിടെ മുതൽ പഠിച്ച് ഈ മാടത്തിക്ക് വലിയ മാറ്റം. ഒരു യജമാനോട് ചോദിക്കണം, ഈ വിശ്വാസം സ്വീകരിക്കണമെങ്കിൽ, യജമാനനേ ഞാൻ നിൻ്റെ അടിമയാണ്, ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുക്കുക. യജമാനൻ പറഞ്ഞു, നീ എന്ത് തീരുമാനമെടുത്താലും ഇവിടെ ജോലി മുടക്കാൻ പാടില്ല, നീ എതിരേലും പോ. ഒടുക്കം കുടുംബമായി അവർ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമായി. അങ്ങനെ ഓരോ ദിവസവും പോകും. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഉണ്ട്, ചില നാളുകളായി മാടത്തിയെ കാണുന്നില്ല. ആളയച്ചു വരുത്തി, എന്താ പറ്റി, ജോലിക്ക് കാണുന്നില്ല. ആൾ പറഞ്ഞു, യജമാനനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അങ്ങയുടെ ഒരു അടിമയെ, അങ്ങനെ പറയാൻ പറ്റുമോ, അതായത് ഒരു കുട്ടിയെ എൻ്റെ ഗർഭാശയത്തിൽ കൊണ്ടുനടക്കുക, അവൾ പ്രഗ്നൻ്റാ, ഇത് പറയുക. യജമാനനെ അങ്ങക്കൊരു മുതൽ കൂടി ഉണ്ടാകുമ്പോൾ കാരണം ഈ കുട്ടി ഇയാളുടെ അടിമയാകും. അങ്ങനെയാ. ഈ കാരണത്താൽ പൂർണ്ണ ഗർഭിണിയാണവൾ, ജോലിക്ക് വന്നില്ല. യജമാനൻ വിളിച്ചു, അട്ടെ 2-3 മല കടന്ന് അപ്പുറത്ത് പുല്ലുമേഞ്ഞ ഒരു വീടിനുള്ളിൽ ഒരുമിച്ച് കൂടി പാട്ടും പാടി കൈകൊട്ടുന്നിടത്ത് നീ പോയോ? പോയി. ചൂട്ടുകറ്റ കത്തിച്ച് രാത്രിക്ക് പോയോ ഈ സ്ഥലത്ത് പാടാൻ? പോയി. അങ്ങനെയെങ്കിൽ വയലിൽ വരാൻ എന്താ പാട്? നാളെ പണിക്ക് കണ്ടിരിക്കണം. പിറ്റേന്ന് പണിക്ക് വന്നു, പൂർണ്ണ ഗർഭിണിയാ. വയലിലൂടെ പണിയെടുക്കുമ്പോൾ ഈ ചേറുപുരണ്ട വെള്ളത്തിൽ ചവിട്ടി കുഴഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ
അതിലല്പം ദയനീയത തോന്നുന്നൊരു പ്രയോഗമുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? ഈ മാടത്തിയുടെ തൊട്ടരികിലൊരു കന്നുകാലി, ആ കന്നുകാലിയുടെ ചുമലിൽ നുകം വച്ചിട്ടുണ്ട്, ഒരു ഇളം കന്നുകാലി. ഇത് ഓടും പെട്ടെന്ന്. ഇതിനനുസരിച്ചൊരു ഗർഭവതിയായ സ്ത്രീക്ക് ഓടാൻ പറ്റുമോ? പറ്റില്ല. തനിക്കൊപ്പം ഓടിയെത്താൻ കഴിയാത്ത ഈ സ്ത്രീയുടെ മുഖത്തേക്ക് ദയനീയമായി കന്നുകാലി നോക്കിയെന്നാണ്. കാവ്യപരമായൊരു അതിശയോക്തി നിങ്ങൾക്ക് തോന്നാം. ഞാൻ പറഞ്ഞത് ആ കന്നുകാലിയുടെ വിവേകം പോലുമില്ലാത്ത മനുഷ്യരുണ്ടായിരുന്ന നാടാണ് നമ്മുടെ. ഈ പണിക്കിടയിൽ അരുതാത്തത് സംഭവിച്ചു. മാടത്തി ഒരു ചോരക്കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ ചെളിവെള്ളത്തിൽ താണു വീണ് 2-3 ആവർത്തി ചാടി ഈ പിഞ്ചുകുട്ടി മരിച്ചു. ഗർഭസ്ഥ ശിശു ചോര വാർന്നൊലിച്ചു. മാടത്തിയും ആ വയലിൽ വീണ് മരിച്ചു. ഇത്തരം മാടത്തിമാരുടെ രക്തം വീണ് അവരുടെ കണ്ണീരിലും കഷ്ടപ്പാടിലും രൂപപ്പെടുത്തിയ അതുല്യമായ മാർഗമാണ് യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗം. അത് അവരെൻ്റെ തലവെട്ടി അവരനെ ഉന്മൂലനം ചെയ്ത് സ്ഥാപിച്ചെടുത്ത ഒരു മാർഗമല്ല, സ്വന്തം പ്രാണൻ കൊടുത്ത് പടപൊരുതി വാങ്ങിയ മഹത്തരമായ മാർഗം. ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാം. വേദനാജനകമായൊരു കഥയുണ്ട്. എന്താണ് കഥയെന്ന് അറിയണ്ടേ? ഒരു വീട്ടിൽ ഒരു സ്ത്രീയും ഭർത്താവും. ഒരു കുട്ടിക്ക് 7 വയസ്സ് പ്രായം. ഒരു പിഞ്ചു കുഞ്ഞുണ്ട്, കൈക്കുഞ്ഞ, അല്ലെങ്കിൽ 1-2 വയസ്സ് പ്രായം. ഒരു ദിവസം അറിയുന്നു, ഈ ഭാര്യയും ഭർത്താവിനെയും വിൽക്കാൻ പോവാ. നല്ല വില കിട്ടി. വിലപേശി ഇവരെ വിൽക്കുമ്പോൾ ഒരു കാര്യം, ഈ പയ്യനും കൊച്ചുണ്ട്, അതുങ്ങളെ ആർക്കും വേണ്ട, വിറ്റു. ഈ 2 പേരെ കൊണ്ടുപോകാൻ വന്നിരിക്കുക. ഏതാനും നിമിഷം കൊള്ളി അവരടുത്ത് വരുമെന്ന് അറിയിപ്പ് കിട്ടി. അമ്മ കുഞ്ഞിനെ കുളിപ്പിച്ചൊരുക്കി മാറോട് ചെറുത്തതിനെ പാലൂട്ടുക. വയറ് നിറച്ച് പാലൂട്ടി കിട്ടും. കുഞ്ഞുറങ്ങുമ്പോൾ അതിനെ തല്ലി ഉണർത്തി വീണ്ടും പാലൂട്ടുക. കാരണം അമ്മയ്ക്കറിയാം, ജീവിതത്തിൽ ഒടുക്കത്തെ പാലൂട്ട. കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുക. ആരുടെ കയ്യിലാണ്? 7 വയസ്സുകാരൻ്റെ കയ്യിൽ. 7 വയസ്സുകാരൻ്റെ കയ്യിൽ കുഞ്ഞോമനെ ഏൽപ്പിച്ച്, നിന്റെ കുഞ്ഞിപ്പങ്ങളെ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അടിമകൾ 2 വിൽക്കപ്പെടുമ്പോൾ ചോദിക്കാൻ ഒരു മനുഷ്യാവകാശ കമ്മീഷനും ഇല്ലാത്ത കാലത്തെ അനുഭവിച്ചേ പറ്റുവന്ന ദുരന്തത്തിൻ്റെ മറുവശത്ത് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു സ്വതന്ത്രനാക്കി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരം പ്രവണതകളുടെ ഗതി തിരിച്ചുവിട്ട അതുല്യമായ വിമോചനത്തിൻ്റെ ഗ്രന്ഥം, അതുല്യമായ സന്ദേശം, അതാണ് സുവിശേഷമെന്ന് ഞങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഈ ഗ്രാമത്തോട് വിളിച്ചു പറയും. ആ കാരണത്തിലേക്ക് ഇവരെ 2 ആളിനെയും കൊണ്ടുവന്നു. വാങ്ങിയവൻ ചങ്ങനാശ്ശേരി ചന്തയിൽ വിലപേശി വിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ അടുത്ത് ചെന്നു. എന്ത് വേണം ഈ 2 പേർക്ക്? അവരുടെ കുട്ടികളവിടെ. കുഞ്ഞാവെ കയ്യിലെടുത്ത് ആർക്കും വേണ്ടാതൊരു പയ്യനും ആ കുഞ്ഞും അപ്പുറത്ത് നിൽപ്പുണ്ട്. ഈ കൊച്ചിറക്കനറിയാം എന്തൊക്കെയോ അപ്പനും അമ്മ ഇനി കാണാൻ വയ്യ. ഈ കുഞ്ഞിനിതൊന്നും അറിയില്ല. എന്നേക്കുമുള്ള വിടവാങ്ങല. ഇങ്ങനെ ഒറ്റപ്പെട്ട എത്ര മനുഷ്യരുണ്ടായിരുന്നു. ഈ ജീവിതത്തിൽ ചത്തുപോയ, വഴിയോരത്ത് പാല് കിട്ടാതെ ആഹാരം കിട്ടാതെ മരിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയേണ്ട എത്ര ആങ്ങളമാരുടെ കരച്ചിലും കണ്ണീരുമുണ്ട്. ഈ കണ്ണീരൊക്കെ നിലത്ത് കിടന്ന് ഒരു പ്രതികാരത്തിനായി നിലവിളിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് മാത്രമേ ആ ന്യായവിധിയും റദ്ദ് ചെയ്യാൻ സാധിക്കൂ. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. വിലപേശി വിൽക്കുന്ന ഇവരരികിലേക്ക് മറ്റൊരു മിഷണറി വന്നു. ആൾ ചോദിച്ചു, എന്ത് വില വേണം? ഇന്നതാണല്ല. ഇവരെ കുടുംബമായിട്ട് ഞാനിങ്ങ് വാങ്ങി. ആ വാങ്ങിയ ആളിൻ്റെ പേരാണ് ഹെൻറി ബേക്കർ ജൂനിയർ. കോട്ടയത്തൊരു സ്ഥലമുണ്ട്, ബേക്കർ ജംഗ്ഷൻ, അദ്ദേഹത്തിൻ്റെ പേരിലാണ്. വിലക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വാങ്ങിയെന്നുള്ളൂ, നിങ്ങൾ ഇന്നു മുതൽ സ്വതന്ത്ര, എൻ്റെ പണിക്കാരൊന്നുമല്ല, നിങ്ങൾ സ്വതന്ത്ര. ഇതും ബൈബിളിലെ സന്ദേശമാണ്. എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾക്ക് ഈ ഐഡിയ എന്നറിയണ്ടേ? അത് ഹോക്സ് വർത്തിനോ അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഹെൻറി ബേക്കർ ജൂനിയർക്ക് തോന്നിയ തോന്നലല്ല. ഈ ബൈബിളിലെ പ്രധാനപ്പെട്ട 14 ലേഖനങ്ങൾ എഴുതിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പോസ്തലനെ ഒരിക്കൽ പിടിച്ച് ജയിലിലിട്ടു. കൊടും കുറ്റവാളികളെ ഇടുന്ന ജയിലിൽ ഒരു കള്ളനും വന്നു കിടന്നു.
രണ്ടാളും പരിചയപ്പെട്ടപ്പോൾ ഒരാൾ വന്നത് സുവിശേഷം പ്രസംഗിച്ചിട്ടാണ്, അടുത്ത ആൾ വന്നത് ഒരുവൻ്റെ വീട്ടിൽ മോഷണം നടത്തിയിട്ടാണ്. പേര് പരിചയപ്പെട്ടു, ഒനേസിമോസ്. പരിചയപ്പെട്ടെല്ലാം കേട്ടപ്പോൾ ഇവന് ഈ മനുഷ്യൻ്റെ സന്തോഷം കണ്ടപ്പോൾ സുവിശേഷം കേട്ട് കേട്ട് കുറ്റബോധം തോന്നി. കുറ്റബോധത്തിൻ്റെ ഒടുവിൽ പറഞ്ഞ, യജമാനനേ, ഞാൻ അവസരം കിട്ടിയാൽ ആ മനുഷ്യനോട് മാപ്പ് പറഞ്ഞ് എൻ്റെ പാപത്തിന് പ്രതിക്രിയ വരുത്തും. ഇതറിഞ്ഞിട്ട് യജമാനൻ ആരാണെന്ന് പരിചയപ്പെട്ടപ്പോൾ ഇവിടെ കിടക്കുന്ന പൗലോസിന് വേണ്ടപ്പെട്ട ആളാണ്. പൗലോസ് അവിടെ കിടന്നൊരു കത്ത്, അത് ഈ ബൈബിളിലുണ്ട്, ബൈബിളിലെ ഫിലമോൻ്റെ ലേഖനം. ഓ ഫിലമോൻ, ഞാൻ അടിയന്തിരമായി കത്തെഴുതാനൊരു കാരണമുണ്ടേ. ഇപ്പോൾ എനിക്കൊരു മകൻ ഈ തടവറയിൽ ജനിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിലെ മകനല്ല, പാപിയും നിഷ്ഠൂരനുമായൊരു മോഷ്ടാവുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് അപകരിച്ചിട്ടുണ്ട് അവൻ പണമോ എന്തൊക്കെയോ വസ്തുക്കൾ. ആദ്യം പറയാം, അവൻ എന്ത് ബാധ്യത നിനക്ക് വരുത്തിയാലും പൗലോസ് എന്ന ഞാൻ സ്വന്തം കയ്യാൽ അത് വീട്ടും. ഇങ്ങനെ ഒരുവൻ യേശുവിനെ സ്വീകരിച്ച പാൽപ്പൊടി കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? സ്വന്തം കയ്യാ വീട്ടും. മറ്റൊന്നോടി പറഞ്ഞു, ഇവനെ ഞാൻ അങ്ങോട്ട് വിടുക, നീ അവൻ്റെ കുറ്റം ക്ഷമിക്കുമ്പോൾ ഈ കോടതി ഇവനെ ഫ്രീ ആയിട്ട് വിടും. അങ്ങനെ വാദിക്ക് പ്രശ്നമില്ല, പിന്നെ പോരാ. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഇവന് പഴയ ജോലി നീ കൊടുക്കണം. പഴയ സ്ഥാനത്ത് അവൻ ജോലിക്ക് വരുമ്പോൾ ഇനി പെരുമാറേണ്ട ഒരു വിധമുണ്ട്. എൻ്റെ വീട്ടിൽ മോഷ്ടിച്ചു കൊണ്ടുപോയ ആളാണെന്നുള്ള മുൻവിധി പോരാ, അവൻ ദാസനല്ല താനും. പിന്നെ എങ്ങനെ പറയുന്നത്? ദാസനും ഇതേ. അതേ ദൈവാസന്മാരെല്ലാം ഒരുമിച്ച് പറഞ്ഞു, സഹോദരൻ, ദിസ് ഈസ് യുവർ ബ്രദർ. കൊടും കുറ്റവാളിയെ യജമാനൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറയാ, ദിസ് ഈസ് യുവർ ബ്രദർ. ഇങ്ങനെ മനുഷ്യരാശിക്ക് നിരപ്പ് വരുത്തിയ ശുശ്രൂഷയാ സുവിശേഷം. ഹല്ലേലൂയ. ആ ചിന്തയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ഹെൻറി ബേക്കർക്ക് വില കൊടുത്ത് വാങ്ങി നിരവധി പേരുടെ അടിമത്തം പ്രതി ചെയ്തു. ഇതിനൊക്കെ ആള് പറയാറുണ്ട്, ഇപ്പൊ പാശ്ചാത്യ രാജ്യത്തൊക്കെ അടിമത്തമില്ലേ, നീഗ്രോകളൊക്കെ അവിടെ കൊണ്ടുവന്ന് പീഡിപ്പിച്ച ആ സായിപ്പ് ഇവിടെ വന്ന് ഇതൊക്കെ മാറ്റി എന്ന് പറയാൻ ഉപദേശിമാർക്ക് നാണമില്ലേ? തെറ്റിദ്ധരിക്കരുത് കേട്ടെ. നിങ്ങളാ പറഞ്ഞൊക്കെ ശരിയാ. എത്ര ശതമാനം എന്നറിയാം? 100% ശരിയാ. പക്ഷെ അത് ആരായിരുന്ന വ്യത്യാസം. യേശുവിനെ അറിഞ്ഞവരുടെ പണിയല്ലത്. യേശുവിനെ അറിഞ്ഞവർ ഈ രാജ്യത്ത് വന്നു, അവരെ വിളിക്കുന്ന പേരാണ് മിഷനറി. പിടിയിട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ നാട്ടിൽ വന്നു, അവരെന്തിനു വന്നു? കൊള്ളയടിക്കാൻ വന്നു. അവരുടെ കൊള്ള മുതൽ പരസ്പരം പങ്കിട്ട 600-ൽ പരം നാട്ടുരാജാക്കന്മാർ ഈ രാജ്യത്തുണ്ടായിരുന്നു. അവർ മാത്രമല്ല കൊള്ളക്കാർ. നിങ്ങൾ പോയിട്ട് വേലുത്തമ്പി തളവയുടെ കുണ്ടറ വിളംബരം വായിച്ചാൽ മനസ്സിലാകും എന്തിനാണ് ഈ ചെമ്പകരാമൻ വേലുത്തമ്പി കുണ്ടറ വിളംബരം അറിയിച്ചെന്നറിയണ്ടേ. ബ്രിട്ടീഷുകാർ പോകാനല്ല, പുള്ളിയുടെ പദവിയെല്ലാം പോയി. നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും പഴശ്ശിരാജ എന്തിനാ യുദ്ധം ചെയ്തത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനല്ല. പഴശ്ശിരാജ യുദ്ധം ചെയ്യുന്നത് അമ്മാച്ചനായ കേരളവർമ്മയ്ക്ക് അന്നത്തെ കോട്ടയം, നമ്മൾ കോട്ടയം എന്ന് പറഞ്ഞാൽ മലബാറിലാട്ടോ, ഈ കോട്ടയല്ല, ആ കോട്ടയം രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് കിടക്കുന്ന കുറുമ്പനാടം താലൂക്കിലെ നികുതി പിരിക്കാനുള്ള അവകാശം കേരളവർമ്മയ്ക്ക് വിട്ടുകൊടുത്തു സായിപ്പ്. അതെനിക്ക് തരണം, ഇല്ലേ വെട്ടും. ഇതയ്യടി. അല്ലാതെ നമുക്കിവിടെ പൗരത്വം കിട്ടാനോ സ്വാതന്ത്ര്യം കിട്ടാനല്ല. വെളുത്തമ്പിയുടെ കുണ്ടറവിളംബരം വായിച്ചാൽ മനസ്സിലാകും. സായിപ്പ് ഇവിടേക്ക് ഇതുപോലെ ഇനി ഇടപെട്ടാൽ കോയിക്കൽ കൊട്ടാരവും പരിസര പ്രദേശങ്ങളും അതിൻ്റെ നടകളും മുഴുവൻ ഇംഗ്ലീഷ് കുമ്പഞ്ചി അവകാശപ്പെടുത്തും. അതായത് ഇംഗ്ലീഷ് കമ്പനി അവകാശപ്പെടുത്തും. തലപ്പാവും പൗരുഷവും അടക്കമുള്ള രാജകീയ ചിഹ്നങ്ങളും നമ്മൾ ആസ്വദിച്ചു പോരുന്ന പലതും റദ്ദു ചെയ്യും. മാത്രമല്ല തലവരി, തെങ്ങുവരി മുതലായിട്ടുള്ള നികുതികൾ അത് കുടികളിൽ കെട്ടിവെച്ച് അധിക നികുതികൾ ചുമത്തിക്കൊണ്ട് നമ്മളുടെ മീതെ നികുതി ഭാരമേൽപ്പിക്കും. അടുത്ത രസകരം, മുറയും ചട്ടവും ധാർമ്മിക നിയമങ്ങളും മറന്നുകൊണ്ട് ബ്രാഹ്മണ സ്ത്രീകളെ അവർ ഇഷ്ടം പോലെ സംബന്ധം ചെയ്യും. വേറെ സ്ത്രീകളുടെ കാര്യത്തിലൊന്നും വേലുത്തമ്പിക്ക് ആശങ്കയില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ നമുക്കിവനെ ഓടിക്കണം. അല്ലാതെ ഇവിടെ ജനാധിപത്യം പുലരാൻ സമരം നടത്തിയത് 1885 ശേഷം. അത് ഞാൻ വിടുന്നു തൽക്കാലം. എന്തിനാ പറഞ്ഞേ? തെറ്റിദ്ധരിക്കപ്പെട്ട ഇത്തരം ചരിത്രങ്ങളിൽ ആളുകൾ പറഞ്ഞു ഇന്ത്യയിലേക്ക് വന്ന മിഷണറിമാരെ കുറിച്ച് പഠിക്ക്. ഒരു തരി മണ്ണും അവരിവിടുന്ന് കൊണ്ടുപോയില്ല, ഒരു പിടി കുരുമുളകും കൊണ്ടുപോയില്ല, സുഗന്ധ വസ്തുക്കളൊന്നും കൊണ്ടുപോയില്ല, ഒരു തരി പൊന്നും കൊണ്ടുപോയില്ല. അവരൊരു ക്ഷേത്രവും കൊള്ളയടിച്ചില്ല, അവരൊരു സ്ഥാപനവും പിടിച്ചെടുത്ത് അത് പള്ളിയാക്കിയില്ല. ഈ രാജ്യത്തേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന്, ലണ്ടനിൽ നിന്ന്, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന്
ഇവിടേക്ക് വന്ന മിഷണറിമാർ അവർക്കവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളും പുരയിടങ്ങളുമൊക്കെ വിറ്റ് ഉള്ള സമ്പത്ത് കൊണ്ടൊന്ന് ഇവിടെ പ്രവർത്തിച്ച് ഇവിടെ മരിച്ചു വീഴുകയാണ് ചെയ്തത്. ഇവിടെ പണിയെടുക്കുക ചെയ്തത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വത്ത് സ്വരുക്കൂട്ടിയപ്പോൾ പ്രാണൻ കൊടുത്ത് ഈ രാജ്യത്തിന് അഭിവൃദ്ധി വരാൻ വേണ്ടി, ജനസാമാന്യങ്ങൾക്ക് വിവേകം വരാൻ വേണ്ടി, സർക്കാരിന് സ്വന്തം കലാലയമില്ലാത്ത ഘട്ടത്തിൽ എല്ലാത്തരം മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിരുത്തി വിദ്യയുടെ ഉത്തുംഗമായ വഴികളിലൂടെ അഭ്യസിപ്പിക്കാൻ പഠിപ്പിച്ച മാർഗമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ഹല്ലേലൂയ. 2 ദിവസങ്ങൾ ചർച്ചയ്ക്കുള്ളത് കൊണ്ട് ഞാൻ ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാ. ഈ സുവിശേഷത്തിലേക്ക് ആളുകളെ ഞങ്ങൾ ആകർഷിക്കുന്നത് അതിൻ്റെ പരിവർത്തന സ്വഭാവം മാത്രം പറഞ്ഞല്ല, മറിച്ച് ഈ പുസ്തകം സകല മനുഷ്യരാശിക്കും ഒരു മാതാപിതാക്കൾ എന്ന് പറയുന്നത് പോലെ ഈ പുസ്തകം മറ്റൊന്നുകൂടി പറയുന്നു. പഴയ നിയമം പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഓരോ ഇസ്രയേലിനും താൻ്റെ വീണ്ടെടുപ്പ് വിലയായി 1/2 ശേക്കൽ വെള്ളി വീതം ദൈവാലയത്തിൽ നൽകണം. 1/2 ശേക്കൽ ഒരു കണക്കാണ്. എന്നിട്ട് എടുത്തൊരു കാര്യം പറഞ്ഞു, നിങ്ങളിങ്ങനെ ദേവാലയത്തിലേക്ക് വഴിപാടായി 1/2 ശേക്കൽ വെള്ളി വീതം കൊടുക്കുമ്പോൾ 1/2 ശേക്കൽ വെള്ളിയിൽ നിന്ന് 1/2 മില്ലി പോലും തൂക്കം ധനവാൻ കൂടുതൽ കൊടുക്കരുത്. മനസ്സിലായോ? അടുത്തൊരു പറഞ്ഞു, 1/2 ശേക്കൽ വെള്ളിയിൽ നിന്ന് ദരിദ്രൻ കൊടുക്കുമ്പോൾ ഒരളവ് പോലും കുറയ്ക്കാനും പാടില്ല. എന്തിനാണെന്നറിയണ്ടേ? എൻ്റെയും നിങ്ങളുടെയും അംബാനിയുടെയും അദാനിയുടെയും ആത്മാവിൻ്റെ വില തുല്യം. മനസ്സിലായില്ലേ? തുല്യം. പഴയ നിയമത്തിലെ പഠനമാണെങ്കിൽ പുതിയ നിയമത്തിൽ ആ വില നമ്മൾ കൊടുക്കണ്ട. നമുക്കെല്ലാം വേണ്ടി അംബാനി അദാനിയെ കൊടുക്കുന്നില്ല. ആ വില കൊടുക്കാൻ കഴിയില്ലെന്ന് മനുഷ്യന്. കാരണം വചനം പറയാം, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വേണ്ടി ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ മനുഷ്യർക്ക് കഴിയുന്നതല്ല. എന്താ മനസ്സിലായി? പ്രാണൻ തന്ന ദൈവത്തിന് മാത്രമേ പ്രാണൻ നിലനിർത്താൻ സാധിക്കൂ. അതാ സത്യം. ഇപ്പം നമ്മൾക്ക് ചികിത്സയില്ലേ? ഡോക്ടറുണ്ട്. വാസ്തവത്തിൽ ചികിത്സ കൊണ്ട് മാത്രമാണ് മനുഷ്യൻ്റെ രക്ഷയെങ്കിൽ ഈ മരുന്ന് എല്ലാവർക്കും എല്ലായ്പ്പോഴും ഫലിക്കണം. ഇതെല്ലാം ചെയ്ത വിദഗ്ധനായൊരു ഡോക്ടർ ലാസ്റ്റ് വന്നിട്ടൊരു കാര്യം പറയും, ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു, ഇനി പ്രാർത്ഥിക്കുക. അങ്ങനല്ലേ? എന്തിനാ ഡോക്ടറുടെ അന്ധക്കരണം ഇങ്ങനെ മന്ത്രിച്ചെന്നറിയണ്ടേ? മരണം ശവക്കുഴി കാണാതെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ദൈവത്തിനെ കഴിയൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റിന് പാപത്തിൻ്റെ ശമ്പളം മരണം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രതിക്രിയ വരുത്തി അല്പം പണം കൊടുത്താൽ പ്രസാദിക്കുമോ? ആദ്യം കേട്ടോ, ബൈബിളിലെ ദൈവത്തിന് പണം വേണ്ട, വഴിപാടുകളും കാണിക്കുകയൊക്കെ വേണ്ട. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ ഇത് എടുക്കുന്നതെന്നറിയോ? അതിനൊരു വ്യവസ്ഥയുണ്ട്. ഇതൊന്നും നമ്മൾ മുകളിലോട്ട് കൊടുക്കുകയല്ല, ഈ ചെലവിനൊക്കെ വേണ്ടി ഇടുക. അത് മനഃപൂർവ്വമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഞാനിന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ചിൽ ഒരു ഉപദേശം പ്രസംഗിച്ച്, ഉപദേശമല്ല, ഒരു വിഷയം, ഒരു അഭിപ്രായം പ്രസംഗിച്ച്, അതെന്താകുമെന്ന് അറിയത്തില്ല പാസ്റ്ററെ. ഇനി റെയ്സാറോടെ പിണങ്ങുമെന്നറിയില്ല. പാട്ട് പാടുന്നവരോടെ കേട്ടു. ഓരോ വർഷം ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ തീരുമാനിക്കണം, ആ ബർത്ത്ഡേയുടെ % ഞാൻ ദൈവത്തിന് കൊടുക്കുമെന്ന്. 60 വയസ്സായാൽ എത്ര ശതമാനം കൊടുക്കണം? ദശാംശമല്ല കൊടുക്കണ്ടേ, 60%. 90 വയസ്സൊക്കെ ആകുമ്പോൾ 90%, നമുക്ക് 10%. ഒരു തീരുമാനം എടുക്കാമെന്ന് ചോദിച്ചു. നിങ്ങളാരും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം അങ്ങനെ തീരുമാനിക്കുന്നവർ. പ്രായത്തിനനുസരിച്ച് ഇങ്ങനെ ജീവിതം വിജയിപ്പിച്ചൊരു മനുഷ്യൻ്റെ ചരിത്രം പഠിച്ചിട്ടായി ചോദ്യം ചോദിച്ച് ചാടിക്കയറിയൊന്നും തീരുമാനിച്ച് ബുദ്ധിമുട്ടണ്ട. എങ്ങനെ നമ്മുടെ കാര്യം നടക്കുന്നതെന്ന് അറിയണ്ടേ? പറയാം. എൻ്റെ നിന്ന് വിദേശ വിനിമയ ആ നാണയത്തിൻ്റെ ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്, ഫെറ എന്ന് പറയുക. ഫെറ, ഫോറിൻ കറൻസി റെഗുലേറ്റിംഗ് ആക്ട് ഉണ്ട്. ഇതനുസരിച്ച് മാത്രമേ വിദേശ നാണയം മാറാൻ പറ്റൂ. നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും ഈ ലൈസൻസ് ഗവൺമെൻറ് മരവിപ്പിച്ചു. 10 വർഷത്തിലധികമായി.
അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ, UK യിൽ, US ഉള്ള നമ്മുടെ കുട്ടികളോ നമ്മൾ നേഴ്സിങ്ങിന് പഠിക്കാൻ വിട്ടവരോ ആയ കുട്ടികളൊക്കെ ഇവിടുത്തെ മിനിസ്ട്രിയുടെ വികാസത്തിന് വേണ്ടി ഫണ്ട് അയച്ചു തന്നാൽ ഇത് കൈപ്പറ്റാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. കാരണം ഇതുവഴിയേ മാറ്റാൻ പറ്റൂ. ഇതാണ് പ്രോപ്പർ ചാനൽ. സർക്കാർ ഇതൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് വേണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. റദ്ദ് ചെയ്തു. മിഷണറിമാർ ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇടത്തൊക്കെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. ഇന്ന് 1500 പേര് ജയിലിലാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, സ്കൂളുകൾ ഇതൊക്കെ അടച്ചുപൂട്ടേണ്ട സ്ഥിതി വന്നു. കൂടാതെ കല്ലെറിഞ്ഞ് ഒടിക്കുക, പീഡിപ്പിക്കുക. മറുവശം ഒരു കാര്യം അറിയാം, ഇന്ത്യയുടെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ സ്നാനപ്പെട്ടതും വിശ്വാസത്തിൽ വന്നതും അങ്ങനെ നമ്മുടെ അംഗസംഖ്യ തന്നെ വളർന്നത് കഴിഞ്ഞ 10 വർഷമാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് ഈ പൈസ ഉള്ളതായിരുന്നു പ്രശ്നം. നമ്മളാരും ഭരണകൂടത്തെ എതിർക്കണ്ട, അതൊക്കെ റദ്ദ് ചെയ്ത ഭരണകൂടത്തിനൊന്ന് നന്ദി പറഞ്ഞു ദൈവത്തിന്. ഇത് സന്തോഷമില്ല. അതേന്ന് ഇന്ത്യ സുവിശേഷിക്കാനുള്ള പണം, ഇന്ത്യയിൽ ദൈവവചനം പറയാനുള്ള പണം നമ്മുടെ ഉണ്ടെന്ന്. ഇല്ലേ? ഇല്ല, ഉണ്ടെന്ന്. നമ്മുടെ ഒരു അമ്മച്ചി വന്ന് എന്നോട് പറഞ്ഞു, നാൾക്ക് മുമ്പ് കേട്ടോ, മെമ്പർ പുള്ളിയുടെ കാർഡ് BPL ആയിരുന്നു, അത് APL ആക്കിയെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യാമോ പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് 2 രൂപയ്ക്ക് അരി കിട്ടിക്കൊണ്ടിരുന്ന, അപ്പോൾ അതും പോയി. ഞാൻ പറഞ്ഞ അമ്മച്ചിക്ക് നാണമില്ലേ? 2 രൂപയ്ക്ക് അരി, ഇത്ര ആരോഗ്യമുള്ള അമ്മച്ചിക്ക് നാണമില്ലേ? പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദാരിദ്ര്യം മാറാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം APL ആക്കിയതാ. സന്തോഷമില്ല? 2 രൂപയ്ക്കൊക്കെ ഉള്ള അരി തീരെ സാധുക്കൾക്കുള്ളതാ, അതൊന്നും വാങ്ങല്. സന്തോഷമില്ലേ? രാജ്യം രക്ഷപ്പെട്ട് അങ്ങനെ കിട്ടുന്നെല്ലാം മേടിച്ച പോരാന്നേ. സന്തോഷമില്ല? അത്ര ഗതികേടുള്ളവരുണ്ടെന്ന് കണ്ടിട്ട് ഇന്ന് പ്രാർത്ഥിച്ച ബന്ധനം അങ്ങ് തകർക്കുക. കുറേ കൂടെ സാധുക്കളുണ്ടോ നമ്മുടെ രാജ്യത്ത്? ആർക്കും ഒരു സന്തോഷമില്ല. ചുമ്മാ ഇതൊക്കെ 50 രൂപ 40 രൂപ കൊടുത്തൊക്കെ അരി വാങ്ങാൻ ശേഷിയുള്ളവൻ 2 രൂപയുടെ അരി മേടിച്ചാൽ അതൊരു ന്യായവിധിയാ അല്ലേ? അല്ലെന്നാണ് പറയുന്നത്. മുമ്പേ അതെല്ലാം നിങ്ങൾ സമ്മതിച്ച ന്യായവിധി ദൈവത്തിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആത്മാവിൽ ആരാധിക്കാൻ ആഞ്ഞു വന്നാ നിങ്ങൾ. അതുകൊണ്ട് പറയട്ടെ, ദൈവം തന്നെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. എന്ത് ചെയ്യണം? ഇതിന് മാത്രം പ്രത്യേകതയുണ്ട്, മുകളിൽ നിക്ഷേപിച്ചോണോ, അങ്ങനെ നമ്മുടെ കാര്യം നടക്കുന്നത് അതിനാ. അപ്പോഴേ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വേണ്ടി ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. അതാണ് കാര്യമെങ്കിൽ ഒറ്റ വഴി മാത്രം. നമുക്ക് വീണ്ടെടുപ്പ് വില തന്നാൽ പിന്നെ നമ്മൾ ആരാകുക? മരണമില്ലാത്തവരാകുക. അതിൻ്റെ പേര് അമർത്യത. മർത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മരിക്കുന്നവൻ, മനുഷ്യൻ. അമർത്യൻ എന്ന് പറഞ്ഞാൽ മരിക്കാത്തവൻ, ഇമ്മോർട്ടൽ. നമ്മൾ മോർട്ടലാണ്, അതിനെ പോസ്റ്റ് മോർട്ടം എന്നൊക്കെ പറയില്ലേ, മോർട്ടലാണ്, മരിക്കും. ഇമ്മോർട്ടൽ അതായത് നിത്യജീവൻ കരഗതമാക്കുക. ഈ നിത്യജീവൻ കരഗതമാക്കിയാൽ പിന്നെ ജീവിതം ഈ ഭൂമിയിലല്ല. അത് വിരസം. അതാ നമ്പ്യാർ പറഞ്ഞു, നമുക്ക് ഈ ഭൂമിയിൽ എന്നേക്കും ജീവിച്ചിരിക്കാൻ പറ്റിയ അങ്ങേറ്റം വിരസ അങ്ങനല്ലേ. ഈ അടുത്ത കാലത്തൊരു കൃതി വായിച്ചു, ഒരു ചിന്താവിഷയം. അതിലൊരു മനുഷ്യൻ പോയിട്ട് ഒരു സിദ്ധനെ കണ്ടിട്ട് പറയുകയാണ്, എനിക്കൊരാവശ്യം ഉണ്ടാകും. എന്താ ആവശ്യം? എനിക്ക് മരിക്കണ്ട, എനിക്ക് എന്നേക്കും ജീവിക്കണം. അതിന് വല്ല വഴിയുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തു, തൻ്റെ ഈ മലയുടെ അപ്പുറത്തൊരു ചെറിയ തടാകമുണ്ട്, അവിടെ ചെന്ന് അല്പം വെള്ളം കോരി കുടിച്ചാൽ അത്രേ ഉള്ളൂ, തൊട്ടടുത്ത്. അയാളവിടെ ചെന്നു. ഈ വെള്ളം ഇങ്ങനെ കോരി കയ്യിലെടുക്കുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, കൂട്ടുകാരാ, അരുതരുത്, കുടിക്കരുത്, താഴെയിട്. നോക്കിയപ്പോൾ ജരാനര ബാധിച്ചൊരു വൃദ്ധൻ അവിടെ ഇങ്ങനെ കിടന്നിട്ട് പറയാ, ഞാനീ വെള്ളം കുടിച്ചതാ, അതുകൊണ്ട് എന്നെ വിട്ട് മരണം പോയി. ഭക്ഷണമില്ല, പരിരക്ഷയില്ല, സ്നേഹിക്കാൻ ആരുമില്ല, മരിക്കാൻ നോക്കിയിട്ട് മരിക്കാനും വയ്യ. അതുകൊണ്ട് ഈ വെള്ളം കുടിച്ചാൽ നീ മരിക്കുകയില്ല, നിൻ്റെ ജീവിതം അധോഗതിയാണ്, നീ എന്നും ജീവിക്കും, പക്ഷേ ജീവിതം ഭീകരമാണ്.
അയ്യോ ഭയങ്കരം. ഇയാൾ ഓടി സിദ്ധനെ കണ്ടു. സിദ്ധൻ പറഞ്ഞു, സിദ്ധനോട് പറഞ്ഞു, നീ എന്താ വന്നാൽ കുടിച്ചില്ല? അത് ഇല്ല, കുടിച്ചില്ല. എനിക്കങ്ങനെ വൃദ്ധരാകാൻ പറ്റില്ല. പിന്നെന്ത് വേണം? നല്ല യൗവനക്കാരനാകണം, നല്ല ഉന്മേഷവും പ്രസരിപ്പും ഉള്ള ആളാകണം. ഒരിക്കലും ഇത് പോകരുത്. ഉറപ്പാണോ? മതി. ഇനി ഇത് ചോദിച്ചു വരുമോ? ഇല്ല. ശരി, ഇനി ചാൻസ് ഇല്ല, സെക്കൻഡ് ചാൻസ്. ഇതിൻ്റെ പെറ്റീഷൻ അംഗീകരിച്ചിരിക്കുന്നു, ചെല്ല്. അതിനും അപ്പുറത്തൊരു തടാകമുണ്ട്, അവിടെ ചെന്നാൽ മതി. അയാൾ നടന്ന് ഈ തടാകത്തിൽ ചെന്ന് കണ്ടു. വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ മൊത്തം യൗവനക്കാരാണ്. പുള്ളി അങ്ങോട്ട് നോക്കുമ്പോൾ അമ്മമാരെ അടികൂടുന്നു, ചീത്ത വിളിക്കുന്നു, ആർക്കും കീഴ്പ്പെടുന്നില്ല. അട്ടഹാസം നടക്കുന്നു, കിട്ടിയ വിഭവങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുന്നു. കാരണം യൗവനത്തിൻ്റെ ചുറുചുറുക്ക് കൊണ്ട് ആരെയും വഴങ്ങാൻ പറ്റുന്നില്ല. അതിലൊരാൾ പറഞ്ഞു, ചേട്ടാ കുടിക്കരുത്, ഇത് കുടിച്ച് ഞങ്ങൾക്ക് പറ്റിയൊരബദ്ധം. യൗവനത്തിൻ്റെ പ്രസരിപ്പാണ്, പക്ഷേ ആവശ്യത്തിന് ഭക്ഷണമില്ല, സഹകാരികളില്ല, ഇണകളില്ല, തുണകളില്ല. ഞങ്ങളുടെ ജീവിതം അസ്വസ്ഥതാജനകമാണ്. ഈ വെള്ളം കുടിച്ച് ഗതികേടാ. യൗവനമൊക്കെ ഉണ്ട്, പക്ഷേ ജീവിക്കാൻ സന്തോഷമില്ല. നമ്പ്യാരൊരു കവിത എഴുതുന്നുണ്ട്, കാലനില്ലാത്ത കാലം, മരണമില്ലാത്ത കാലം. അതിൽ രസകരമായ പ്രയോഗമുണ്ട്. 500 വയസ്സുള്ളൊരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്ന ഒരു അപ്പൂപ്പൻ അവർക്കുള്ളൂ. 500 വയസ്സുള്ളൊരു അപ്പൂപ്പൻ വീട്ടിലുണ്ട്. ആ അപ്പൂപ്പന് കുഞ്ഞായിട്ടിരിക്കുന്ന ഒരു അപ്പൂപ്പൻ വീട്ടിലുണ്ട്. അവിടെ വല്യപ്പൻ ഇപ്പോഴും കുഞ്ഞായിട്ടിരിക്കുക. അതീവ ദുസ്സഹം. അപ്പം മരണം വേണം, എങ്കിലും ഒരു നിരാശ. അത് പറയാം. ഇപ്പം ഞങ്ങളുടെ ഒരു കൺവെൻഷൻ നടക്കുക, ഇവിടുന്നാണ് ആളുകളൊക്കെ. ഞാനതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തടവ് ചാടി വരുന്നല്ലേ ഈ വന്നിരുന്നത്. അപ്പോഴേ എൻ്റെ വീട്ടിൽ കുറേ അധികം സഹോദരങ്ങളുണ്ടായിരുന്നു. പ്രായമായ ദിവാസന്മാരുണ്ട്. എൻ്റെ വൈഫ് ഇവരെ നന്നായിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ട ഭക്ഷണവും അവർക്ക് വേണ്ടെല്ലാം അങ്ങ് ചെയ്യും. നമുക്കൊരു സന്തോഷമാണ് വീട്ടിൽ എല്ലാവർക്കും. എൻ്റെ കാരണങ്ങളിലൊന്ന്, ഞങ്ങൾക്ക് 2 ആൾക്കും മാതാപിതാക്കളില്ല, മരിച്ചുപോയി. ഉണ്ടെങ്കിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അപ്പനും അമ്മയും ഇല്ലാത്തൊരവസ്ഥയിൽ പ്രായമുള്ളവരിൽ അപ്പനും അമ്മയും കാണാൻ പറ്റുന്ന ഒരു കൃപയാണ്. ശരി, പ്രശ്നം അവരോടും ചോദിച്ചാൽ പറയാം, കുഞ്ഞെ നീ ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് ആര് കഴിക്കാനാണ്? ചിക്കൻ ആർക്ക് വേണം? മട്ടൻ ആർക്ക് വേണം? ഒരൽപ്പം കഞ്ഞി. വീട്ടിൽ വരുന്ന അതിഥിക്ക് കഞ്ഞി കൊടുക്കുന്ന എങ്ങനെ? പ്രായം നമ്മളെ ജീവിക്കണ്ട എന്ന് പ്രേരിപ്പിക്കും. അങ്ങനെയാണ്. അപ്പോഴും മരിക്കാനും മനസ്സില്ല. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിക്കേണ്ടത് ഭൂമിയിലല്ല. ഈ ഭൂമി അതിന് യോഗ്യമല്ല. അത് നമുക്കൊരു ലോകം വെച്ചു നിത്യത. ആ നിത്യത നോക്കിയിട്ട് അപ്പോസ്തലൻ ഒരു കാര്യം പറയുക, സഹോദരന്മാരെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ഇനി ഒരു പ്രശ്നം, മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ശരീരവും ഈ രക്തവും കൊണ്ട് സ്വർഗരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് കൊണ്ടുപോക്ക് നടക്കില്ല. അപ്പോൾ സഭയിലൊരു തർക്കം ഉടലെടുത്തു. ഇതല്ലതാനും പിന്നെ നമ്മൾ ഉയർത്തെഴുന്നേക്ക് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ശരീരം ഇതല്ല, ഈ രക്തമല്ല, ഈ രൂപമല്ല, ഈ ഭാവമല്ല, പിന്നെന്ത്? ഈ സംശയം ശക്തിപ്പെട്ടപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ഇതേ രൂപത്തിൽ സ്വർഗരാജ്യം അവകാശമാക്കില്ല. പക്ഷെ ഒരു കാര്യം, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗരാജ്യത്തിരുന്ന ഒരുവൻ മക്കൾ ജഡരക്തങ്ങൾ കൂടിയവരായതുകൊണ്ട് നമ്മിലൊരുവനെ പോലായി വന്ന് നമുക്കിടയിൽ വസിച്ച് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തി അവൻ്റെ സ്വർഗീയ ശരീരത്തോട് അനുരൂപരാക്കിയ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മന്മയൻ്റെ പ്രതിമ ധരിച്ചതുപോലെ നമ്മൾ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കും. അങ്ങനൊരു ദിവസം വരികയാണ്. ആ ദിവസം വരാൻ വേണ്ടി ഒരു കാര്യം എന്താണെന്നറിയണ്ടേ? അക്ഷരികമായി ഈ ശരീരം നമ്മളിവിടെ കളയും. ആത്മികമായൊരു ശരീരം ഈ സ്ട്രക്ചറിന് മീതെ ധരിക്കും. അപ്പോൾ മരണം മാറി ജീവൻ അല്ലെങ്കിൽ ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും.
ആ പോയിന്റിൻ്റെ പേരാ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. അതല്ലെങ്കിൽ ഒരു വഴിയുണ്ട്, മരണം. അക്ഷരാർത്ഥത്തിൽ മരിച്ച് ഈ ഭൗതിക ശരീരം ഇവിടെ ഏൽപ്പിച്ച് ആത്മീക ശരീരത്തോട് ഉയർക്കുമ്പോൾ ആ ഉയർപ്പിനെ പറ്റി പറയുകയാണ്, ദ്രവത്വമുള്ളൊരു ശരീരം നമ്മൾ വിതയ്ക്കുന്നു. ബലഹീനമായൊരു ശരീരം മണ്ണിലടക്കുന്നു. ബലഹീനതയില്ലാത്ത, രോഗമില്ലാത്ത, ക്ഷീണമില്ലാത്ത ഒരു ശരീരത്തിൽ നമ്മൾ ഉയർക്കുന്നു. പിന്നെയും വ്യത്യാസമുണ്ട്. ആ ശരീരത്തിന് ലിംഗഭേദമില്ല. ആ ശരീരത്തിൻ്റെ അടുത്ത പ്രത്യേകത സ്ത്രീയും പുരുഷനുമല്ല, നമ്മൾ ദൂതതുല്യരാകും, ക്രിസ്തുവിനോട് അനുരൂപപ്പെടും. ഇതാ ബൈബിൾ പഠനത്തിൻ്റെ ഉള്ളടക്കം. ഇതാ ഞങ്ങൾ ജനത്തോട് പറയുന്നത്. ഒരു മനുഷ്യന് സംഭവിക്കാനിരിക്കുന്ന മാറ്റം ഇതാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. ആ മാറ്റത്തോട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുക. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോയി. അപ്പം നമ്മൾ ഇന്നെന്താ കാണണ്ടേ? ഇന്ന് കാണുന്നത് ഒരു അക്ഷരിക മരണം. അതങ്ങോട്ട് നീങ്ങിപ്പോകുമ്പോൾ നമുക്കൊരു നിത്യജീവൻ്റെ അവസ്ഥാവിശേഷത്തിലേക്ക് ദൈവം ഈ മണ്ണിൽ നിന്ന് അന്ത്യകാഹളത്താൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതതിൻ്റെ ഉള്ളടക്കം. അതിനെങ്ങനെ മരണം നീങ്ങിപ്പോയെന്നറിയണ്ടേ? ആ ഒരു കാര്യം കൂടെ 2-3 മിനിറ്റ് എടുത്ത് ഞാൻ പറയും, ശ്രദ്ധിക്കണം. ഇപ്പം സമയത്ത് പ്രിയരെ, നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ഇഹലോകത്തിലേക്ക് വരുമ്പോൾ ഒരിക്കൽ യേശുവിൻ്റെ അരികിൽ ഈ ശലോമി എന്ന് പറഞ്ഞ സഹോദരി ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ 2 മക്കൾ ഞങ്ങളെ നോക്കാൻ അമ്മമാരേ ഉള്ളൂ. കുട്ടികളായിരുന്നപ്പോൾ കൂടിയതാ, അപ്പോൾ വളർന്നു. അങ്ങടെ കൂടെ 2 ശിഷ്യന്മാരായിട്ടുണ്ട്. ഒരു കാര്യം എനിക്കറിയാം, ഒരു ദിവസം നീ രാജാവായി വരുമ്പോൾ നിൻ്റെ വലത്തൊരുത്തനെയും നിൻ്റെ ഇടത്തൊരുത്തനെ ഇരുത്തണം. ഒരമ്മച്ചിയുടെ ആഗ്രഹം കണ്ടില്ലേ? കർത്താവ് പറഞ്ഞു, ഞാൻ കുടിക്കുന്നൊരു പാനപാത്രമുണ്ട്, അത് കുടിക്കാൻ പറ്റുമോ? പിന്നൊരിക്കൽ കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ സ്വന്തം ക്രൂശുമെടുത്തുകൊണ്ട് എൻ്റെ കൂടെ വരണം. ഇതൊക്കെ പറ്റുമോ? ഇത് പറഞ്ഞാൽ ഞാൻ നടത്തുന്നത്. നിങ്ങൾക്ക് യേശുവിനെ അനുഗമിക്കാൻ പറ്റണമെങ്കിൽ അത് നിങ്ങളെ കോടീശ്വരന്മാരാക്കുന്ന മാർഗമല്ല. പക്ഷേ അനുദിന ജീവിതത്തിന് വേണ്ടതൊക്കെ ദൈവം തരുമെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അനുദിന ജീവിതത്തിൽ ഒരു മനുഷ്യന് വേണ്ടതൊക്കെ തരാൻ കഴിയുന്നൊരു ദൈവത്തെ തന്നെ നമ്മൾ സേവിക്കുന്നത് സംശയം വേണ്ട. പക്ഷെ മറുവശത്തൊന്നുണ്ട്. ഈ കൂടി ശിഷ്യന്മാരിൽ ഒരുവനുണ്ടായിരുന്നു, യോഹന്നാൻ. ഒരു ദിവസം അവരിങ്ങനെ ഒരു പ്രാർത്ഥന കൊത്തുകൂട്ടി. ആ പ്രാർത്ഥന സ്ഥലം ഗെത്സമന. പ്രാർത്ഥിച്ചതുപോലൊരു ഇരുട്ടത്ത് നല്ല തണുപ്പുണ്ട്. ഈ കുട്ടികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി, ശ്രദ്ധിക്കുന്നില്ല. ഇവർ ഉറങ്ങുമെന്നറിഞ്ഞാണോ എന്താണോ? ഉറങ്ങുന്നവൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ അതൊരു മടുപ്പാണ് അല്ലേ? അവൻ ഈ ഉറങ്ങാത്ത പോലൊക്കെ ഇങ്ങനെ അഭിനയിക്കും, എന്നൊക്കെ വെക്കും, അല്ലെങ്കിൽ എന്നൊക്കെ പറയുക. ഡ്യൂപ്ലിക്കേറ്റാണ്, വിശ്വസിക്കരുത്. എന്നിട്ട് യേശു ഒരു അല്പം കൂടെ ദൂരം വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് ഇവരിപ്പുറത്ത് ഒരു നാഴിക എന്നോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു കൂടെ എന്നൊക്കെ ചോദിച്ചു. ഇതങ്ങോട്ട് കഴിയുകയും ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഗെത്സമനാത്തോട്ടം വളഞ്ഞുകൊണ്ടൊരു വൻ സൈനിക വ്യൂഹം. എന്തിനാണെന്നറിയണ്ടേ? ഏദനിൽ തോറ്റുപോയ ആദമ്യകുലത്തിന് ഏദൻ തോട്ടത്തിൽ കിട്ടാതെ പോയ പ്രായശ്ചിത്തം ഗെത്സമനാത്തോട്ടത്തിൽ വെച്ച് രൂപപ്പെട്ടു വരിക. യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടു, വിചാരണയ്ക്ക് വിധേയനായി, മരക്കുരിശിൽ തൂങ്ങാൻ നിയമം ഉത്തരവിട്ടു. ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ പറയാം, വിട്ടുകളയാം. ഈ പോകുന്ന ക്രിസ്തുവിനൊപ്പം ഒന്ന് കൂടി നിൽക്കാൻ ആകെയുള്ള ഒരേ ഒരാൺതരി ഈ പാവം യോഹന്നാൻ. ആയിരക്കണക്കിന് മനുഷ്യർക്ക്, പുരുഷന്മാർക്ക് ആഹാരം കൊടുത്തു. 5000 പുരുഷന്മാർ, അതിലേറെ സ്ത്രീകൾ, കുട്ടികൾ. ലാസറിനെ ഉയർപ്പിച്ചു. കവർന്നഹൂമിൽ നാനാവ്യാധി പിടിച്ച് കിടക്കുന്ന ആയിരക്കണക്കിന് 10000കണക്കിന് മനുഷ്യർക്ക് സൗഖ്യവും ആശ്വാസവും കൊടുത്തവൻ പ്രായച്ചിത്ത ബലിയായിത്തീരുമ്പോൾ ആ സ്ഥലത്ത് എത്തിച്ചേർന്നത്
ഒറ്റയ്ക്ക് ഒരുത്തൻ, പാവം കുറേ സ്ത്രീകൾ ഇവർ മാത്രമേ ഉള്ളൂ. അവർ കാഴ്ച കണ്ടു. പിടയുന്ന, പ്രാണൻ വിടുന്ന യേശുവിൻ്റെ അന്ത്യരംഗം ക്രൂശിൻ്റെ ചുവട്ടിൽ. ഈ കാഴ്ച കാണാൻ അത്ര സുഖമുള്ള ഏർപ്പാടല്ല. നിങ്ങൾ ധരിക്കുമ്പോഴേ 5 അപ്പം വർദ്ധിച്ചു വരുമ്പോൾ ആളുകൾക്കിടയിൽ കൊണ്ടുകൊടുക്കുന്ന കാഴ്ച ചേതോഹരമാണ്. ഇവിടെ ഈ മിനിസ്ട്രി ചെയ്യുമ്പോഴേ ഇത് ആകർഷണീയമാണ്. യൂണിഫോം അണിഞ്ഞ കുഞ്ഞുങ്ങൾ നിരനിരയായി നിന്ന് പാടുന്നു, നമ്മളും ചേർന്ന് പാടും. വർണ്ണാഭമായ നിറക്കുട്ടികളുടെ നടുവില ഞാനിന്ന് പ്രസംഗിക്കുന്നേ. പക്ഷെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ പലർക്കും കഴിയില്ല. ആ ക്രൂശ് അവനവൻ്റെ കുരിശായി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. ആ ക്രൂശ് ചുമന്ന ചിലരാ ഇന്ത്യയിലെ 1500 ജയിലുകളിൽ ഈ പുസ്തകം പ്രസംഗിച്ചതിൻ്റെ പേരിൽ കിടക്കുമ്പോൾ ഇവിടെ ഇരുന്ന് സ്വസ്ഥതയും സമാധാനം അനുഭവിക്കുന്ന നമുക്കൊന്ന് ചിന്തിക്കണ്ടേ? അത്തരം ഒരു അവസ്ഥാവിശേഷം സംജാതമാകുമ്പോൾ ഞങ്ങൾ ഒറ്റപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അത്തരം അവസ്ഥാവിശേഷങ്ങളിൽ നെഞ്ചുറപ്പോടെ കർത്താവേ, നീ ചുമന്ന ക്രൂശിനൊപ്പം നിന്റെ പിന്നാലെ ഞങ്ങൾ അണിനിരക്കും. അങ്ങനെ അണിനിരക്കാൻ കെൽപ്പുള്ള എത്ര ആളുകൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അവർ പറയണം, നിന്റെ ക്രൂശുമെടുത്തുകൊണ്ട് നിന്റെ പിന്നാലെ നിന്നെ അനുഗമിക്കാൻ ഞങ്ങൾ അടുത്തു വരും. അത് നിരാശരുടെ മാർഗമല്ല. ഒന്നുകൂടി പഠിച്ചു. ഇവിടെ യോഹന്നാൻ നിന്നുകൊണ്ടേ ഒരു നിരാശയും പിൽക്കാലത്ത് വന്നില്ല. അക്ഷരാർത്ഥത്തിൽ ക്രൂശിനെ കാണുന്നവൻ കരഞ്ഞു പോകും. കാരണം കൈകാലുകൾ കുത്തിത്തുളയ്ക്കപ്പെട്ടവനായി, വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടവനായി, ആയിരങ്ങൾക്ക് ആഹാരം കൊടുത്തവൻ ബന്ധനസ്ഥനായി, മരണത്തിൽ അകപ്പെട്ടു പോയവനെ ഉയർപ്പിച്ചവനായി. അവിടെ നിന്ന് മരണത്തിൻ്റെ ഭീകരത ഇഞ്ചിഞ്ചായി ഏറ്റുവാങ്ങുമ്പോൾ കണ്ടു നിൽക്കുന്ന ഏതൊരാളും വിലാപമുള്ളവരായി, ദുഃഖമുള്ളവരായി കരയും. ആ കൂട്ടക്കരച്ചിലിൻ്റെ സ്ഥലമായി കാൽവറി രൂപപ്പെടുമ്പോൾ അവിടെ നിപ്പുണ്ട് ഏതാനും സ്ത്രീകൾ, ഒരു യോഹന്നാൻ. പക്ഷേ ക്രൂശിൻ്റെ അർത്ഥവും പൊരുളും മനസ്സിലാക്കിയ പൗലോസ്ലീഹ ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ ഇന്നും നിൽക്കുന്ന നമ്മോടൊരു കാര്യം പറയുക: കരയരുത്. കരയാനുള്ള കാരണമല്ല ക്രൂശിലുള്ളത്. നിങ്ങൾക്ക് ക്രൂശ് കരച്ചിലാണോ സമ്മാനിക്കുന്ന? കരയുണ്ടാകുന്നു. മറിച്ച് എന്താണെന്നറിയണ്ടേ? ക്രൂശ് നിങ്ങളിൽ ഒരാവേശം സൃഷ്ടിക്കണം. ക്രൂശ് നിങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാനുള്ള വ്യഗ്രത സൃഷ്ടിക്കണം. ക്രൂശ് നിങ്ങളിൽ പാടാനുള്ള ആവേശം സൃഷ്ടിക്കണം. ഒരു നാണയവും പ്രതിഫലം കിട്ടുന്നില്ലെങ്കിൽ, ഒരു പിടി അന്നം കഴിക്കാൻ അവസരമില്ലെങ്കിൽ, യാത്ര ചെയ്യാൻ നടന്നു പോകേണ്ടി വന്ന, ജയിലറയ്ക്കുള്ളിൽ അകപ്പെട്ടാൽ, അടക്കപ്പെട്ടാൽ, അവിടെയും ഈ ക്രൂശിനെ ഉയർത്തുന്ന ആവേശത്തിന്റെ പ്രേരണയാണ് കാൽവറിയുടെ മലമുകൾ നമുക്ക് നൽകുന്നതെങ്കിൽ അത് കണ്ടിട്ടേ പൗലോസ്ലീഹ പറയാ, ഈ ക്രൂശ് തോൽവിയല്ല, ഒടുക്കത്തെ ശത്രുവായി മരണം ഇതാ ഓടിപ്പോകുന്നു. മരണത്തിന് മരണം വിധി കൽപ്പിച്ചുകൊണ്ട്, മരണത്തിന്റെ മാരക വിഷമുള്ളുകളെ എന്നേക്കും നശിപ്പിച്ചുകൊണ്ട് ഒരുവൻ ക്രൂശിൽ ജയമെടുക്കുന്നു. ആ ക്രൂശും ക്രൂശിതനെയും ഈ രാത്രി ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു: മറ്റെവിടെയും മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ മാനവരാശിക്ക് നൽകപ്പെട്ട ഏക മാർഗം യേശുവിൻ്റെ ക്രൂശ്. ആ ക്രൂശിൽ ഒഴുകുന്ന പുണ്യാക രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിനെ കരഗതമാക്കി ക്രൂശോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ, ഒടുക്കത്തെ ശത്രുവായി മരണം ഓടിപ്പോകുന്ന ഉജ്ജ്വലമായ വിളംബരത്തിൻ്റെ മറുവശത്ത് എനിക്ക് നിങ്ങൾക്കും ഇന്ന് വേണ്ടത് നേരിയ ഒരു ദൈവിക ഇടപെടലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് വളരെ വലുതാണ്. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ഈ പദ്ധതി വ്യവഹരിക്കുന്നു. ദൂരത്തും അരികിലും ഇരുന്ന് വചനം കേട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പ്രവർത്തിക്കുന്ന ഒരു യേശു ഇവിടെയുണ്ട്. മരണഭീതി മാറ്റുന്ന ഒരു യേശു ഇവിടെയുണ്ട്. വൈദ്യൻ എഴുതി വെച്ച കുറിപ്പടികൾക്കപ്പുറത്ത് നമ്മുടെ ജീവൻ്റെ കൃത്യമായ ആ നിശ്ചയദാർഢ്യമുള്ളവൻ ഇന്നിവിടെയുണ്ട്. രോഗങ്ങളിൽ, വേദനകളിൽ, ആകുലതകളിൽ സ്വന്തം കുരിശുമക്കാൻ വിധിക്കപ്പെട്ടവർ ഒരു ദുഃഖവും കൂടാതെ പറയണം: ഇതും കൊണ്ട് നിന്റെ പിന്നാലെ നിന്നെ അനുഗമിപ്പാൻ ഞാനിത് അടുത്തു വരുന്ന ഞെരുക്കങ്ങളുടെ, ഭാരങ്ങളുടെ ക്രൂശ്. ആ ക്രൂശിനെ ചുമക്കാൻ, യേശുവിനൊപ്പം നടക്കാൻ, ആ ജയം ആസ്വദിക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സുണ്ട്? എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ക്രൂശിൻ്റെ ശക്തി
എന്നിൽ നിന്ന് പരിലസിക്കാൻ പ്രാർത്ഥിക്കണം. എനിക്ക് യേശുവിനൊപ്പം ഈ ക്രൂശ് ചുമക്കണം, യേശുവിന് വേണ്ടി പാടണം, യേശുവിന് വേണ്ടി പ്രസംഗിക്കണം, യേശുവിന് വേണ്ടി ശോഭിക്കണം, യേശുവിന് വേണ്ടി ഓരോ നിമിഷവും എനിക്ക് ഇഴുകി യേശുവിനൊപ്പം ചേരണം. ആർക്കാഗ്രഹമുണ്ട്? ഈ വചനം തൊട്ടവർ, ഈ വചനം സ്പർശിച്ചവർ, വലിയ വിടുതലിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞാനിതാ എന്നെ ഏൽപ്പിക്കുന്നു. ആ സമർപ്പണം ചെയ്ത് എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഞാനൊരു വിടുതൽ കാക്ഷിക്കുന്നു, ഞാനൊരു ദൈവ സാന്നിധ്യം കാക്ഷിക്കുന്നു. അങ്ങനെ ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങളെ ഉയർത്ത്, നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒന്നുറപ്പാ, നിങ്ങൾ ഉയർത്തിയ കരം ഒരു വലിയ വിടുതലിൻ്റെ നാന്ദിയ. ചില പ്രിയപ്പെട്ടവർ കരമുയർത്തുന്നു, ചില യൗവനക്കാർ കരമുയർത്തുന്നു, എനിക്കായി ഒന്ന് പ്രാർത്ഥിക്കണം. ചില കുഞ്ഞുങ്ങൾ കരമുയർത്തുന്നു, യേശു നിങ്ങളെ തൊടട്ടെ. ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ദൂരത്തും അരികിലും എനിക്കായി, എൻ്റെ കുടുംബത്തിനായി, എൻ്റെ മക്കൾക്കായി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ വിടുതലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആരുണ്ട്? പ്രാർത്ഥന ആവശ്യമുള്ള, സമർപ്പണമുള്ള ആരുണ്ട്? കരങ്ങളെ താഴ്ത്തിയിടാം. പുതുതായിട്ട് ആരുണ്ട്? എന്നെ ആരുണ്ട് പുതുതായി? ഞാനൊരു വാക്കിൽ പ്രാർത്ഥിച്ച് അവസരങ്ങളെ കൈമാറുന്നു. സ്വർഗസ്ഥ പിതാവേ, കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാത്രി വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പണം ചെയ്ത ഈ അങ്ങയുടെ മക്കളെ മുറ്റുമായി അങ്ങയുടെ കരങ്ങളിൽ തന്ന്